പ്രൈസ് ലോർഡ്. വിമൻ ഫോർ ജീസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയമുള്ളവരും ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അത്ഭുതത്തിന്റെ സാക്ഷ്യമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ സെക്ഷൻ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമാകുന്ന ഒരു അനുഭവം ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നിന്റെ മഹത്വം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടണം. പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണം. കർത്താവെ, പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുവന്ന നിന്റെ ദാസിക്കായ സ്തോത്രം. ലോകത്തിൽ വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന മക്കളെ നീ അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒന്നിച്ച് സഹായിക്കാൻ അനുഗ്രഹിക്കാൻ പോകുന്ന സ്തോത്രം. കുറച്ചങ്ങൾ ക്ഷമിച്ചാൽ ദൈവശക്തികളുടെ മേൽ പകർന്നാൽ നിങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് 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 അങ്ങനെ അവിടുന്ന് ചെയ്ത കൃപയ്ക്കായ സ്തോത്രം. സകല മാനമോഹത്തോടത്തേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മുമ്പേ പറഞ്ഞതുപോലെ ഒരു വളരെ വ്യത്യസ്തതയുള്ള ഒരു ടെസ്റ്റ് മണിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സാധാരണ വിമൻ ഫോർ ജീസസിന്റെ ലൈവിലൊക്കെ വരുന്നത് മലയാളം പറയുന്ന ആളുകളാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ദൈവമക്കൾ വന്നിട്ടുണ്ട്, മലയാളികളല്ലാത്തവർ. പക്ഷേ അവർ മലയാളത്തിലാണ് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ സാക്ഷ്യത്തിന്റെ പ്രത്യേകത, ഇന്നത്തെ സാക്ഷ്യം ഹിന്ദിയിലുള്ള സാക്ഷ്യം നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അങ്ങനെ എന്താ പാസ്റ്ററെ ഒരു വ്യത്യസ്തത? കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അസാധാരണമാകുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് തോന്നി ഇത് മലയാളത്തിൽ കൊണ്ടുവരണം, ഈ സാക്ഷ്യം മുഴുവൻ ആളുകളും കേൾക്കണം, ഹിന്ദിക്കാർ മാത്രമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യത്തോട് കൊണ്ടുവന്ന ഒരു സാക്ഷ്യമാണ്. അസാധാരണമാകുന്ന അത്ഭുതം, ദൈവിക വിടുതൽ അനുഭവിച്ച ഒരു ദൈവവേദിലെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടി ഞങ്ങളെ സിസ്റ്ററെ സ്വാഗതം ചെയ്യാണ്. ഞങ്ങൾ അതുകൊണ്ട് ഇടയ്ക്ക് ഹിന്ദിയൊക്കെ സംസാരിക്കും, ട്രാൻസ്ലേഷൻ ഉണ്ടാകും. എന്നാലും നിങ്ങൾ അവസാനം വരെ ലൈവ് കാണണം. കാരണം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അത്ഭുത വിടുതലിന്റെ സാക്ഷ്യമാണ്. അറിയാമല്ലോ, ആസാദിയിൽ അങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും അവസാനം വരെ കാണണം. സ്തോത്രം. सिस्टर मर्सी मकबूल, हम आपको बहुत प्यार के साथ में, सम्मान के साथ में अपना मलयालम चैनल में स्वागत कर रहा हूँ. वेलकम सिस्टर, वेलकम. वी आर सो हैप्पी सिस्टर यू केम हियर. आप अपना बीच में आए, इसलिए हम बहुत आपको धन्यवाद करना चाहता हूँ. मैं इतना देर अपने मलयाली दर्शकों से कहा, कभी हम सुना नहीं देखा नहीं, वैसे गवाही आज सुनने के लिए जा रही. इसलिए एक हिंदी बोलने वाली एक अपना बहन को हम इस जो सभगाई में लाया, क्योंकि इस गवाही सभी लोग सुनना चाहिए. ഞാൻ പറഞ്ഞത് സിസ്റ്ററോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ഞാൻ എന്തൊക്കെയാണ് നേരത്തെ മലയാളം പ്രേക്ഷകരോട് പറഞ്ഞത്. ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു ടെസ്റ്റ് മണിയാണ് കേൾക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് ലഭിച്ചിരിക്കുന്നത് മേഴ്സി മക്ബൂൽ, ബിലാസ്പൂരിൽ നിന്നുള്ള സിസ്റ്ററാണ്. പ്രിയ സിസ്റ്റർ, നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾ മലയാളം പറഞ്ഞാൽ സിസ്റ്റർക്ക് മനസ്സിലാകത്തില്ല, ഞങ്ങൾ ഹിന്ദി പറഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകത്തില്ല. मैंने कहा सिस्टर, अगर मैं आपसे मलयालम में पूछेगा तो आप कुछ जवाब दे नहीं पाएगा, मैं हिंदी में पूछेगा तो अपने दर्शकों को कुछ समझ में नहीं आएगा. इसलिए हम सीधा अपना गवाही में प्रवेश करेगा. അതുകൊണ്ട് നമുക്ക് വേഗത്തിൽ ടെസ്റ്റ് മണിയിലേക്ക് കയറാം. മുന്നോട്ടുള്ള സമയങ്ങൾ സിസ്റ്റർക്ക് കൊടുക്കുകയാണ്. ആകെ का समय हम मर्सी सिस्टर के लिए देना चाहता हूँ. आप हिंदी में बात कर दीजिए, हम मलयालम में अनुवाद करेगा. मैं परमेश्वर का धन्यवाद देती हूँ कि परमेश्वर ने मेरे लिए ये उपाय किया कि मैं गवाही दे सकूं, और मैं प्रभु को बहुत बहुत धन्यवाद देती हूँ. ഞാൻ ദൈവത്തിന് എല്ലാ നന്ദിയും കരയറ്റുകയാണ്. കർത്താവിന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അവസരം തന്നു കർത്താവിന്റെ സാക്ഷ്യമായിട്ട് നിൽക്കുവാൻ ഞാൻ കർത്താവിന് പിന്നെയും നന്ദി കരയറ്റുകയാണ്. जब परमेश्वर ने मुझे इस बड़ी बीमारी से चंगाई दिया, तो और जब मैंने पवित्र आत्मा पाया, तो एक वचन जो परमेश्वर ने हमें उत्साहित किया और बताया, वो था एक्ट्स चैप्टर 1 वर्स 8. जहां पर यस प्लीज सिस्टर, यू रीड इट മലയാളം. കർത്താവ് എനിക്ക് രോഗസൗഖ്യം നൽകിയപ്പോഴും അതുപോലെ തന്നെ ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചപ്പോഴും എനിക്ക് തന്ന ഒരു വചനം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യമായിരുന്നു. അതിവിടെ വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. हालेलुया. और तब मैं जान गई इस बात को कि परमेश्वर ने अगर मुझे चंगाई दिया है तो वो उसकी महिमा के लिए है
और उसके लिए उसने मुझे गवाह बनाया है। ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എനിക്ക് സൗഖ്യം തന്നാൽ ഞാൻ കർത്താവിന്റെ സാക്ഷ്യമായിട്ട് നിൽക്കുവാൻ വേണ്ടിയാണത് എന്ന്. तो प्रभु का धन्यवाद हो इस वचन के लिए कि वो पूरा कर रहा है इन दिनों में अद्भुत रीति से, कि मैंने अपने लोगों के बीच में दिया, अन्य जातियों के बीच में दिया, लेकिन ये काफी नहीं था। और मैं खुद YouTube में अपना टेस्टिमनी डालने के लिए एकदम इस साल मैंने सोच लिया था, लेकिन परमेश्वर कितना महान परमेश्वर है, उसने मुझसे कहीं बढ़कर सोचा और ये आजादी टीवी में गवाही देने के लिए प्रभु ने सहायता किया, मेरे द्वार खोला। കർത്താവിന് സ്തോത്രം ചെയ്ത് ഞാൻ ഈ വചനം വായിക്കുന്നത് പോലെ എൻ്റെ ജാതിക്കാരുടെ ഇടയിൽ അനേക ജനങ്ങളുടെ ഇടയിൽ എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞു. അത് പോരെന്ന് കർത്താവിന് തോന്നിയിട്ട് ആസാദി ടി വിയിലൂടെയും എൻ്റെ സാക്ഷ്യം പറയത്തക്കോണം കർത്താവ് എന്നെ സഹായിച്ചു. ഇതിനൊന്നും ഞാൻ യോഗ്യതയുള്ളവളല്ല, എന്നാൽ കർത്താവ് വൻകാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मेरे माता पिता एक मिशनरी माइंडेड थे और वे एक गांव में रह करके प्रभु की सेवा करते थे. എന്റെ മാതാപിതാക്കള് ഒരു മിഷണറി മനസ്സുള്ളവരാണ്. അവരൊരു ഗ്രാമത്തിൽ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നവരായിരുന്നു. और हम 5 भाई बहन में मैं 4th नंबर की हूँ. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. അതിലെ 4ാമത്തെ ആളാണ് ഞാന്. परमेश्वर का धन्यवाद हो कि ऐसे परिवार में मुझे रखा जहां पर पापा जो थे वो उन्होंने प्रभु की सहायता से बच्चों के लिए, स्पेशली जो प्रीचर्स है गांव में रहते, उनके बच्चों के लिए उन्होंने हॉस्टल खोला. जो जवान बेटियां थी उनके शिक्षा के लिए उन्हें बाइबल ट्रेनिंग में उन्हें भेजा, उनके काम के लिए उपाय किया. കർത്താവിന്റെ ദയാൽ എന്തൊക്കെയുള്ള മാതാപിതാക്കൾ, എൻ്റെ പിതാവ് അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്ന, പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടി ആ ദേശത്തൊരു ഹോസ്റ്റലൊക്കെ തുടങ്ങിയ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പിതാവായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലൊക്കെ വലിയ ശ്രദ്ധയാണ് ലഭിച്ചത്. और डेली शाम के समय में हमारे घर में आराधना होती थी और पापा प्रीच करते थे, लेकिन तब मैं उनको देखकर इतना एनकरेज होती थी और मुझे लगता था मैं प्रीच करूं, और प्रभु ने अनुग्रह दिया, मैं 9th क्लास से इस काम को करने लगी. ആമേൻ, ആമേൻ. എല്ലാ ദിവസവും രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ് അവിടെ പ്രസംഗിക്കുമായിരുന്നു. ആ പിതാവിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് വളരെ അത് പ്രോത്സാഹനവും, എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് പ്രസംഗിക്കുന്നതെന്ന്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്കും വലിയ ഉത്സാഹം ഉണ്ടായി. ഓക്കെ സിസ്റ്റർ. परमेश्वर का धन्यवाद हो कि उसने मुझे चुना अपने नाम की महिमा के लिए. और ऐसा हुआ कि जब मैं 7th क्लास में थी, मैं किडनी फेलियर में चली गई, मेरे किडनी फेल हो गए. കർത്താവിന് നന്ദി കരേറ്റിയാണ് കർത്താവ് എന്നെ തെരഞ്ഞെടുത്തതിന്. ഞാൻ 7th സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ എൻ്റെ കിഡ്നി ഫെയിൽ ആവാനിടയായി. मम्मी पापा के पास उतने पैसे नहीं थे कि सिटी में जा करके किसी बड़े हॉस्पिटल में ट्रीटमेंट करवा लें. എന്റെ പിതാവിന്റെയും മാതാവിന്റെയും കരങ്ങളിൽ അത്രമാത്രം സാമ്പത്തികമായ ഒന്നുമില്ലായിരുന്നു ഒരു വലിയ സിറ്റിയിൽ കടന്നു പോയിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുവാൻ വേണ്ടി. लेकिन मैं हमेशा बेड में जैसे रहती थी, बहुत वीक, और मैं पाती थी कि जो मेरी मम्मा है वो घुटने टेक कर, नील डाउन हो करके, आंसू बहाकर मेरे लिए प्रार्थना करती रहती थी. ഞാൻ വളരെ ക്ഷീണിച്ച അവസ്ഥയിൽ ബെഡിൽ തന്നെയായിരുന്നു. എന്നാൽ എൻ്റെ മാതാവ് മുട്ടിന്മേലിരുന്ന് എനിക്ക് വേണ്ടി എന്റെ കട്ടിലിന്റെ താഴെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വളരെ കണ്ണുനീരൊഴുക്കി. और प्रभु ने ऐसा अनुग्रह किया कि मैं बिना किसी, जो भी वो मुझे ताकत वाली मेडिसिन देती थी, वो मेडिसिन खा करके प्रभु ने मुझे चंगाई दिया. सिस्टर और एक बार बताइए. मैं प्रभु ने केवल जो ताकत की जो मेडिसिन होती है वो केवल खा करके परमेश्वर ने मुझे नेफ्राइटिस से, इस किडनी फेलियर से चंगाई दिया. നമുക്ക് നല്ല ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ ഉള്ള നമ്മൾ മെഡിസിൻ കഴിക്കും. ആ മെഡിസിൻ കഴിച്ച് തന്നെ എനിക്ക് ആ നെഫ്രൈറ്റിസിന് കർത്താവ് സൗഖ്യം തന്നു. കിഡ്നിയുടെ പ്രോബ്ലത്തിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു. परमेश्वर का धन्यवाद हो. फिर आगे पढ़ने के लिए प्रभु ने मेरी सहायता किया कि मैं क्रिश्चियन मेडिकल कॉलेज CMC वेल्लोर में मैं अपना मेडिकल लेबोरेटरी टेक्नोलॉजी जो है लैब टेक्नीशियन का कोर्स मैं पूरा करूं.
മുന്നോട്ട് പഠിക്കുവാനെല്ലാം കർത്താവ് എന്നെ സഹായിച്ചു. പ്രത്യേകിച്ച് വെല്ലൂരിലെ വെല്ലൂർ ഹോസ്പിറ്റലിൽ CMC CMC മെഡിക്കൽ വെല്ലൂർ കോളേജ്. മെഡിക്കൽ കോളേജിൽ എനിക്ക് അവിടെ ലാബ് ടെക്നീഷ്യന്റെ കോഴ്സ് പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. मैं जाना नहीं चाहती थी, मुझे मालूम नहीं था लैब टेक्नीशियन का कोर्स क्या होता है। मैं बॉटनी में MSc कर रही थी എനിക്ക് और उस हाँ प्लीज എനിക്കറിയില്ലായിരുന്നു ഈ കോഴ്സ് എന്താണെന്ന്. ഞാൻ ബോട്ടണിയിൽ MSc ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. लेकिन आए दिन हमारे कॉलेज में स्ट्राइक हो जाया करता था, तो इसलिए कॉलेज बंद रहते थे। तब एक मेडिकल सुपरिंटेंडेंट है डॉक्टर चौधरी पाढ़र के, वो घर में आए और उन्होंने हमें सजेस्ट किया कि क्यों नहीं मर्सी को MSc माइक्रोबायोलॉजी करने के लिए भेज दें। ആ സമയത്ത് എൻ്റെ കോളേജിൽ ഒത്തിരി സമരങ്ങൾ നടക്കുമായിരുന്നു. അതുകൊണ്ട് സമരങ്ങൾ ഉള്ളത് കൊണ്ട് കോളേജ് അടച്ചു കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മെഡിക്കൽ സൂപ്രണ്ടൻ്റ് ആയിരുന്ന ഡോക്ടർ ചൗധരി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ചോദിക്കുന്നത്, ഈ മേഴ്സിയെ എന്തുകൊണ്ട് MSc മൈക്രോബയോളജിക്ക് വിട്ടുകൂടാ? അങ്ങനെ ആ ഡോക്ടർ സജഷൻ തരുവാനിടയായി തീർന്നു. लेकिन ऐसा कुछ हुआ कि वो MSc माइक्रोबायोलॉजी नहीं, लेकिन लैब टेक्नीशियन का मुझे कोर्स करना पड़ा। എന്നാൽ MSc മൈക്രോബയോളജിക്ക് അല്ല വെല്ലൂർ എനിക്ക് അഡ്മിഷൻ കിട്ടിയത്, അത് ലാബ് ടെക്നീഷ്യന്റെ കോഴ്സ് ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയി ചേർന്നു. मैं प्रभु का धन्यवाद देती हूँ कि हम कुछ सोचते हैं, लेकिन परमेश्वर की योजना जो है और उसकी जो कल्पनाएं हैं वो हमारे लिए कुशल की है, हानि की नहीं। ആമേൻ ആമേൻ. ഞാൻ കർത്താവിന് നന്ദി കയറിയിട്ടും നമ്മൾ പലതും ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഹിതമാണ് നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹവും നമുക്ക് ലാഭവുമായിട്ടുള്ളത്. और ऐसे ही एक मैं नागपुर में मैं जॉब कर रही थी और वहां पर एक यूथ मीटिंग में मुझे जाने का मौका मिला और उस मीटिंग में मैंने पवित्र आत्मा को पाया। लेकिन उस समय तक प्रभु के अनुग्रह से मेरे जो पापा थे वो बिशप बन गए थे लूथरन चर्च के। ആ സമയത്ത് ഞാൻ നാഗ്പൂരിൽ ജോലി ചെയ്യായിരുന്നു. ആ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു യൂത്ത് മീറ്റിംഗ് നടക്കുകയും ആ യൂത്ത് മീറ്റിംഗിൽ പോകുവാനും അവിടെ അറ്റൻഡ് അറ്റൻഡ് ചെയ്യാനെല്ലാം കർത്താവിനെ അവസരം സഹായിച്ചു. ആ സമയത്ത് എന്റെ പിതാവ് ലൂർദൻ ചർച്ചിന്റെ ബിഷപ്പായി മാറി. और मुझे नहीं मालूम था पवित्र आत्मा क्या होता है, लेकिन मैं बहुत खुश थी उस पवित्र आत्मा को पाकर। और मेरे घर में जो लूथरन से आप जानते हैं कि हम पवित्र आत्मा के ऊपर विश्वास नहीं करते। आजकल तो बहुत ज्यादा होली स्पिरिट का काम हो रहा है और लोग पा रहे हैं, लेकिन मेरे समय में ये बात है 1984 और उन दिनों में ऐसा नहीं था। लेकिन मैं प्रभु का धन्यवाद देती हूँ, मेरे मम्मी पापा बिल्कुल भी अगेंस्ट में नहीं थे और वे बहुत खुश थे मेरे लिए। ആമേൻ ആമേൻ. നിങ്ങൾക്കറിയാമായിരിക്കും ലൂതറൻ ചർച്ചിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കൊന്നും വലിയ വിശ്വാസം ആ കാലത്തില്ലായിരുന്നു. ഞാൻ 1980കളുടെ കാലമാണ് പറയുന്നത്. എന്നാൽ ഈ സമയങ്ങളിൽ ലൂതറൻ ചർച്ചിലുള്ള ഒത്തിരി പേര് അഭിഷേകം പ്രാപിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ കാലത്തിൽ ലൂതറൻ സഭയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് അക്കാര്യത്തിൽ വലിയ സന്തോഷമുണ്ടായി. प्रभु का धन्यवाद हो। और इस तरीके से फिर मेरी शादी हुई उसी सेम 1984 में। लेकिन हाँ, उसके पहले एक और बात हो गई। ब्रदर DGS दिनाकरन की मीटिंग जबलपुर में थी और हमारे चर्च से काफी लोग जा रहे थे और मैंने कहा मैं भी जाऊंगी और मैंने उस मीटिंग को अटेंड किया। और लास्ट डे जब ब्रदर दिनाकरन यूथ लोगों का नाम लेके कॉल कर रहे थे, प्लीज। ഓക്കെ. 1984 എൻ്റെ വിവാഹം നടന്നു. എന്നാൽ അതിനു മുമ്പ് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ജബൽപൂരിൽ വെച്ച് DGS ദിനകരൻ്റെ ക്രൂസേഡ് നടക്കുന്ന സമയമായിരുന്നു. ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഒത്തിരി ആളുകൾ ആ ക്രൂസേഡിന് പോയി. ആ സമയത്ത് DGS ദിനകരൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് യൗവനക്കാരായ ആളുകളുടെ പേര് വിളിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഞാനും ആ മീറ്റിങ്ങിന് പോയത്. मैं ब्रदर DGS दिनाकरन के बारे में ज्यादा नहीं जानती थी, लेकिन मुझे लगा कि ये जो लोगों का नाम बुला रहे हैं तो क्या वो पहले से उनको जानते हैं। और उसी समय होली स्पिरिट ने मुझे ये प्रार्थना करने के लिए दिया कि प्रभु अगर आप मुझे अपने नाम की सेवा के लिए, महिमा के लिए चुनना चाहते हैं तो ये अगर आपका दास सच्चा है तो उनको मेरा नाम लेना चाहिए। लेकिन मेरा नाम मर्सी है, तो ये क्रिश्चियन एक क्रूसेड है तो कई मर्सी नाम की होगी, उनको बोलना चाहिए मर्सी तुम मेरे दाहिने हाथ खड़ी हो। ആമേൻ.
ആമേൻ. DGS ദിനകരനെ കുറിച്ച് എനിക്ക് അധിക കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പേരുകൾ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ സംശയം തോന്നി, ഇതെല്ലാം നേരത്തെ ഇവരുടെ പേരുകളെല്ലാം അറിഞ്ഞിട്ട് വിളിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചു. കർത്താവ്, ഈ ദൈവദാസൻ ശരിയായൊരു ദൈവദാസനാണ് എങ്കിൽ എൻ്റെ പേര് വിളിക്കണം, മേഴ്സി എന്ന് വിളിക്കണം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു ക്രിസ്ത്യൻ ക്രൂസൈഡ് നടക്കുമ്പോൾ മേഴ്സി എന്ന പേര് വിളിച്ചാൽ അവിടെ ധാരാളം മേഴ്സി എന്ന പേരുള്ളവരുണ്ടാകും. അതുകൊണ്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു, ദിനകരൻ ഇപ്പോൾ എൻ്റെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ പറയണം, മേഴ്സി, നീ എൻ്റെ കൈയുടെ വലത് ഭാഗത്താണ് നിൽക്കുന്നത്, എൻ്റെ വലത് സൈഡിൽ നിൽക്കുന്ന മേഴ്സി എന്ന് വിളിച്ചു പറയണം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുകയും അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണം എനിക്ക് ആ കാര്യങ്ങളിൽ സംശയമായിരുന്നു. और प्रभु का धन्यवाद हो। ठीक जैसे ही मैंने ये मन में प्रार्थना किया, उसी समय ब्रदर दिनाकरन ने मुझसे मेरे तरफ में इशारा करके कहा, ऐसे फिंगर करके, मर्सी, यू आर स्टैंडिंग एट माय राइट हैंड साइड एंड गॉड वांट्स टू यूज यू फॉर हिज ग्लोरी। और मैं कांपने लगी, बहुत रोने लगी। उन लोग स्टेज में कॉल करने लगे कि मर्सी, जो भी मर्सी है वो स्टेज में आए, लेकिन मैं नहीं गई। ഇത് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ പേരിപ്പോൾ വിളിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലാകും ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട്, തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന്. ഇങ്ങനെ എൻ്റെ വലത് ഭാഗത്ത് നിൽക്കുന്നു എന്ന് പറയണം. ഇത് ഞാൻ പറഞ്ഞു കഴിയുകയും പെട്ടെന്ന് DGS ദിനകരൻ, മേഴ്സി, നീ എൻ്റെ വലത് ഭാഗത്തായിട്ട് നിൽക്കുന്നു, കർത്താവ് നിന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറവാനിടയായി തീർന്നു. അപ്പോൾ തന്നെ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ, എവിടെയാണ് മേഴ്സി, വേഗത്തിൽ സ്റ്റേജിൽ വന്നാട്ടെ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. फिर उन्होंने कंटिन्यू किया कि मर्सी, तुम्हारे शरीर में एक बहुत गंभीर बीमारी है और परमेश्वर उसे चंगाई दे रहा है। और मैं सोची कि ये बचपन में मुझे जो किडनी प्रॉब्लम हुआ था, शायद उसके विषय में वो बोल रहे हैं। DGS ദിനകരൻ എന്നിട്ട് പറഞ്ഞു, മേഴ്സി, നിന്റെ ശരീരത്തിൽ ഒരു വലിയ രോഗമുണ്ട്, കർത്താവ് നിന്നെ സൗഖ്യമാക്കുന്നു. ഞാൻ അപ്പോൾ ചിന്തിച്ചു, ഒരു പക്ഷേ എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന കിഡ്നി പ്രോബ്ലത്തെ കുറിച്ചായിരിക്കും കർത്താവിന്റെ ദാസൻ പറയുന്നതെന്ന്. और वो मीटिंग खत्म हो गई और बाद में मेरी उसी सेम ईयर में 1984 में एक अच्छे मसीही विश्वासी परिवार में मेरी शादी हुई। और मेरे हस्बैंड भी जॉब कर रहे थे और हम दोनों मिलके प्रभु की सेवा कर रहे थे साथ साथ में। लेकिन मेरे शादी के 2 साल के बाद में मुझे ऐसा लगा यहाँ पर कि मुझे ईचिंग है, थोड़ा सा खुजली हो रहा है। तो मेरे डॉक्टर ने बोला, चलो डॉक्टर को दिखाएंगे, दूसरे डॉक्टर को, स्किन डॉक्टर को। 1984 തന്നെ എൻ്റെ വിവാഹം കഴിഞ്ഞു. നല്ല ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്നാണ് എനിക്ക് വിവാഹം ലഭിക്കാനിടയായി തീർന്നത്. ഞാനും എൻ്റെ ഭർത്താവും ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളെ ജോലി ചെയ്യുകയും അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത് ജീവിക്കുന്ന സമയത്താണ് ഒരു ദിവസം എൻ്റെ കൈയുടെ ഇവിടായിട്ട് ഒരു ഇച്ചിങ്, ഒരു ചൊറിച്ചിൽ പോലെ എനിക്ക് അനുഭവപ്പെടുവാനിടയായി തീർന്നു. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു, ശരി മേഴ്സി, നമുക്ക് ഇത് സ്കിൻ ഡോക്ടറിനെ കാണിക്കാമെന്ന് പറഞ്ഞ് ഒരു സ്കിൻ ഡോക്ടറിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുവാനിടയായി തീർന്നു. और ये डॉक्टर जो था, स्किन डॉक्टर, वो दिल्ली से आए थे और वो केवल 3 महीने के लिए ही आए थे। और वो आए और जब उन्होंने टेस्ट मेरा जो हाथ था उसको देखा, उस पोर्शन को, और कहने लगे मुझे डाउट है। तो जो मेरी डॉक्टर है वो कह रही है, नहीं नहीं सर, कुछ नहीं, केवल थोड़ा सा उसको ईचिंग है। उन्होंने कहा नहीं, मैं बायोप्सी लूंगा। और जब बायोप्सी लिए तब उसमें पता चला मुझे लेप्रेसी है। ആ ഡോക്ടർ 3 മാസത്തേക്ക് മാത്രം ഡൽഹിയിൽ നിന്ന് ഞങ്ങളുടെ ആ ഏരിയയിൽ ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടറാണ്. അദ്ദേഹം ഈ എൻ്റെ കയ്യിലുള്ള ഇച്ചിങ്ങുള്ള ഭാഗം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ഡോക്ടർ പറഞ്ഞു, ഇല്ല, അങ്ങനൊന്നുമില്ല, സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു സാധാരണ ചൊറിച്ചിൽ മാത്രമാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ആ ഡൽഹിയിൽ നിന്ന് വന്ന ഡോക്ടർ വിട്ടുതരാൻ തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞു, അല്ല, എനിക്ക് സംശയമുണ്ട്, ഇത് അത്യാവശ്യമായിട്ട് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ മനസ്സിലായി എനിക്ക് കുഷ്ഠരോഗമാണ്. और ये जो रिपोर्ट थी हमारे लिए बहुत ही ज्यादा शॉकिंग, दुख वाली थी। लेकिन डॉक्टर ने एक अश्योरेंस दिया कि आपको जस्ट स्टार्टिंग है, केवल 6 मंथ आपको मेडिसिन लेना है और उसके बाद आप बिल्कुल ठीक हो जाएंगी। ഈ ഒരു റിപ്പോർട്ട് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടായിരുന്നു. എൻ്റെ ഡോക്ടർ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട കേട്ടോ, പിന്നെ നമുക്കൊരു 6 മാസം
മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് സൗഖ്യമാകും, ഇത് സ്റ്റാർട്ടിങ് മാത്രമാണ്, നല്ലതായി നേരത്തെ കണ്ടുപിടിച്ചത്, അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞു. लेकिन ये जो मेडिसिन जब डॉक्टर ने स्टार्ट किया, ये मेडिसिन का साइड इफेक्ट मुझे पॉलीआर्थराइटिस हो गया, सारे जॉइंट्स में मुझे स्वेलिंग हो गई, और ये मेडिसिन खाने के बाद बॉडी में जितने व्हाइट पैचेस जहां जहां था, ये बड़ा बड़ा, ये यहाँ पर पूरा था, एक आई कवर करके मेरा हाथ, फोरहेड, मेरा गाल, पूरे हाथ में व्हाइट व्हाइट पैचेस, मेरे पाँव में, पूरे में, मेरे बॉडी में व्हाइट पैचेस आ गए. എന്നാൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ മരുന്ന് ഉപയോഗിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് എൻ്റെ ജോയിൻസിനെല്ലാം വേദന തുടങ്ങി, ആർത്രൈറ്റീസ് തുടങ്ങി. അതോടൊപ്പം തന്നെ എൻ്റെ ശരീരത്തിൽ എവിടെയൊക്കെ മറഞ്ഞിരുന്ന കുഷ്ഠമുണ്ടോ അതെല്ലാം പൊങ്ങി വരുവാനിടയായിട്ട് എൻ്റെ മുഖത്തിൻ്റെ വലത് ഭാഗം, ഒരു സൈഡ് കണ്ണുൾപ്പെടെയുള്ള ഭാഗം മുഴുവൻ വെളുത്തു. എൻ്റെ കൈകാലുകൾ, എൻ്റെ ശരീരത്തിൽ മുഴുവൻ വെളുത്ത പാടുകൾ പെട്ടെന്ന് വെളിപ്പെട്ട് വരുവാനിടയായി തീർന്നു. डॉक्टर ने हस्बैंड को बुलाकर कहा, देखिए आप जहां कहीं ट्रीटमेंट के लिए अपनी वाइफ को लेकर जाना चाहते हैं, आप जाइए उनको. हस्बैंड एक हॉस्पिटल से दूसरे हॉस्पिटल सब ऐसा लेकर जाते थे, लेकिन कुछ भी नहीं हुआ. बाद में डॉक्टर्स ने कहा कि हम आपको एम्स भेजेंगे. ഓക്കെ, ഡോക്ടർ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാമോ, അവിടെ എല്ലാം കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പല ഹോസ്പിറ്റലുകളിൽ പോയി അവസാനം ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ പോകാമെന്ന് നിർദ്ദേശിക്കുവാനിടയായി തീർന്നു. और जब वहां पर मैं गई तो डॉक्टर्स ने मुझे देखा और उन्होंने कहा, कुछ नहीं, आप केवल जो स्टेरॉइड्स हैं वो ज्यादा डोज में है, आप उसको थोड़ा सा लो करिए, और जो आप मेडिसिन ले रही हैं वो बिल्कुल ठीक है. लेकिन जैसे ही मैं स्टेरॉइड्स जो है उसको मैं लो करती थी, जो 60 मिलीग्राम पर डे लेती थी, उसको जैसे स्लो करती थी, मेरा जो पेन है, स्वेलिंग है, वो और ज्यादा बढ़ जाता था. ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എടുക്കുന്ന മെഡിസിൻ ഒക്കെ കറക്റ്റ് ആണ്, അത് സ്റ്റിറോയിഡ് ആണ്, അതിൻ്റെ ഡോസ് ഒന്ന് കുറയ്ക്കാം. 60 മില്ലിഗ്രാം ആണ് ഒരു ദിവസം എടുത്തുകൊണ്ടിരുന്നത്, അതിൻ്റെ ഡോസ് ഒന്ന് കുറയ്ക്കാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അത് ഡോസൊക്കെ കുറയ്ക്കുമ്പോൾ മാറും എന്ന് പറഞ്ഞു. പക്ഷേ ഈ ഡോസ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ശരീരത്തിൽ സ്വെല്ലിങ്ങും നീരും ഒക്കെ വളരെ പെട്ടെന്ന് കൂടുവാൻ, പെയിനൊക്കെ വളരെ പെട്ടെന്ന് കൂടുവാനിടയായി തീർന്നു. और फिर हम दिल्ली जाते थे, यही हो रहा था. डॉक्टर कहते थे लो करो उसको, स्ट्रेंथ को, और हम जहां करते थे वो परेशानी बढ़ जाती थी, बहुत ज्यादा पेन, और मैं बेड में रोती रहती थी और बोलती थी, प्रभु मुझे उठा लीजिए. ഞാൻ വളരെ കഷ്ടത്തിലായി. ഡോക്ടർ മരുന്നൊക്കെ കുറയ്ക്കാൻ പറഞ്ഞു, പക്ഷേ എൻ്റെ വേദന കൂടിക്കൊണ്ടിരുന്നു. ഞാൻ എവിടെയാണോ കട്ടിൽ കിടക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ അങ്ങ് എടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. और एक दिन जब उन्होंने मुझे बुलाया, 2 बजे बुलाया, लेकिन जो अपॉइंटमेंट टाइम था 2 बजे बुलाया, लेकिन 5 बजे तक कोई मुझे अटेंड नहीं कर रहा है. एक सिस्टर आई और उसने कहा, मेरा नाम लेकर के, चलिए आपको वहां हॉल में जाना है. एक बड़ा कॉन्फ्रेंस हॉल था, वहां मुझे लेकर गई और कर्टन डाल के बोल रही है, आप कपड़े उतार दीजिए. അങ്ങനെ ഒരു ദിവസം 2 മണിക്ക് എനിക്ക് അപ്പോയിൻമെന്റ് തന്നു. ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൽ എന്നെ അവിടെ വിളിച്ചു. 2 മണിക്കാണ് അപ്പോയിൻമെന്റ്. പക്ഷേ 5 മണിയായപ്പോൾ വരെ എന്നെ നോക്കുവാനൊന്നും ആരും വന്നില്ല. ഞാൻ അവിടെ ഇരുന്നു. 5 മണിയായപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഹോളിലേക്ക് ഡോക്ടർ വിളിക്കുന്നു, ഒരു കോൺഫറൻസ് ഹാളാണ്, ഒരു വലിയ കോൺഫറൻസ് ഹാള്, അവിടെ ഒരു കർട്ടനൊക്കെ വെച്ച്, ഒരു സ്ക്രീനൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട്, ആ ഭാഗത്ത് എന്നെ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റാൻ പറഞ്ഞു. मैंने कहा, सिस्टर मैं नहीं उतारूंगी, क्यों आप कर रही हैं ऐसा? तब वो बोलने लगी, आपको डॉक्टर ने नहीं बताया? मैंने कहा, नहीं, मुझे नहीं बताया उन्होंने कहा कि देखिए डॉक्टर अभी आ रहे हैं, आपको कपड़ा उतारना पड़ेगा. और उन्होंने मेरे सारे कपड़े उतार दिए. मैं केवल अंडर गारमेंट्स में थी. നിങ്ങൾക്കറിയാമോ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ എൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റത്തില്ല. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങളോട് ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ? വേഗത്തിൽ വസ്ത്രം മാറ്റാൻ പറഞ്ഞിട്ട് അവർ തന്നെ എൻ്റെ വസ്ത്രങ്ങളൊക്കെ വേഗത്തിൽ അഴിച്ചു മാറ്റി. ഞാൻ ആ റൂമിൽ എൻ്റെ അണ്ടർ ഗാർമെന്റ്സ് മാത്രം ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. और मैं बाद में, उस समय तो मैं नहीं समझी, लेकिन बाद में मैं जानी इस बात को कि हमारा प्रभु तो पूरा नंगा हो गया हमारे लिए. एटलीस्ट मैं कम से कम अंडर गारमेंट तो मैं पहनी थी. तो मैं प्रभु का धन्यवाद दी. और उसी समय ही डॉक्टर जो था, स्किन डिपार्टमेंट का HOD,
उसके साथ में स्किन डिपार्टमेंट के सारे डॉक्टर्स की टीम आ गई और मैं सोच रही हूँ मैं कहाँ छुपूं, कैसे छुपाऊं अपने आप को। ആ സമയത്ത് എനിക്കറിയത്തില്ലായിരുന്ന പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ കാൽവറി ക്രൂശിൽ നഗ്നനായിട്ട് കിടന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കുറഞ്ഞ പക്ഷം എൻ്റെ അടിവസ്ത്രങ്ങൾ അണ്ടർ ഗാർമെന്റ്സ് എങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ യേശു പൂർണ്ണ നഗ്നനായിട്ട് ക്രൂശിക്കപ്പെട്ട അവസ്ഥ നമുക്ക് വേണ്ടി സഹിച്ചത് പിന്നീടാണ് എത്ര ഭയാനകമാണെന്ന് എനിക്ക് മനസ്സിലായത്. പ്രിയമുള്ളവരെ, ആ സമയത്ത് തന്നെ ആ ഹോളിലേക്ക് സ്കിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടറും അദ്ദേഹത്തിന്റെ കൂടെ സ്കിൻ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സും പിന്നെ എനിക്ക് തോന്നുന്നു മെഡിക്കൽ സ്റ്റുഡൻസും എല്ലാം കൂടെ ആ റൂമിലേക്ക് കടന്നത്. മെഡിക്കൽ സ്റ്റുഡൻസ് ബി ആയതാണ് സിസ്റ്റർ. അതെ, മെഡിക്കൽ സ്റ്റുഡൻസ് എല്ലാം, മെഡിക്കൽ സ്റ്റുഡൻസ് വിദ്യാർത്ഥികളെല്ലാം ആ കോൺഫറൻസ് ഹാളിലേക്ക് പെട്ടെന്ന് കയറി വന്നു. എനിക്ക് തോന്നി ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, കൂടി മറയണമെന്ന് എനിക്ക് തോന്നി. और वो जो HOD थी वो बता रहे हैं पेशेंट ऐसा होता है, पेशेंट ने ये मेडिसिन लिया है। और अभी मेरे बॉडी में जब उन्होंने बाद में एक और बायोप्सी किया तब पाया कि अभी मेरे बॉडी में इनडिटर्मिनेट या स्टार्टिंग लेप्रेसी ने 2 टाइप्स ऑफ लेप्रेसी वाज इन माय बॉडी। और അപ്പോഴേക്ക് ഡോക്ടർ എന്നെ എല്ലാവരുടെ മുൻപിൽ നിർത്തിക്കൊണ്ട് പിന്നെ അവിടുത്തെ ഉള്ള സ്റ്റുഡൻസിനോടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. ഈ സ്ത്രീയെ കാണാൻ ഇവർക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ ലെപ്രസി ആയിരുന്നു, ഇന്ന മെഡിസിനാണ് കൊടുത്തത്. പക്ഷേ ഇപ്പോഴത്തെ ബയോപ്സി റിപ്പോർട്ടിനനുസരിച്ച് ഇവർക്ക് ഒരു തരത്തിലുള്ള കുഷ്ഠമല്ല, 2 ടൈപ്പ് കുഷ്ഠം ഇവരുടെ ശരീരത്തിൽ ഇപ്പോൾ കാണുവാൻ തുടങ്ങിയിരിക്കുന്നു. और उसके बाद उन्होंने कहा ठीक है कपड़े पहनिए और चले गए उन लोग। അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ശരി ഇനി നിങ്ങൾ വസ്ത്രം ഇട്ടുകൊണ്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. और उसके बाद मैं अपने गेस्ट रूम गई और गेस्ट रूम में मैंने दरवाजा बंद किया जोर से और मैं चिल्लाकर प्रभु को बोली, प्रभु मेरे साथ ऐसा क्यों। നോക്കണമേ പ്രിയമുള്ളവരെ, അതിനുശേഷം ഞാൻ താമസിക്കുന്ന ഗസ്റ്റ് റൂമിലേക്ക് പോയി. ആ ഗസ്റ്റ് റൂമിൽ ചെന്നിട്ട് വലിച്ച് കതക് വലിച്ചടച്ചകത്ത് ചെന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. और उसी समय प्रभु ने मुझसे बोला, मर्सी अगर कोई तुमसे पूछे क्या हुआ है तो सबको सच बताना कि मुझे लेप्रेसी हो गई है। मैं बोलने लगी, प्रभु ये कोई सर्दी खांसी बुखार नहीं है, मुझे लेप्रेसी हो गई है। അപ്പോൾ തന്നെ കർത്താവിന്റെ ശബ്ദം ഞാൻ കേട്ടു. കർത്താവിനോട് പറയണം, മേഴ്സി ഇനി ആരെങ്കിലും നിന്നോട് ചോദിക്കുകയാണ് നിനക്ക് എന്താണ് അസുഖം എന്ന് ചോദിച്ചാൽ നീ സത്യം പറയണം. നീ പറയണം എനിക്ക് കുഷ്ഠരോഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ ഇത് സാധാരണ പനിയോ തലവേദനയോ ഒന്നുമല്ല, ഇത് കുഷ്ഠമാ കർത്താവേ, ഇത് എങ്ങനെ ഞാൻ പറയും. उसके बाद मुझे प्रभु की कोई आवाज सुनाई नहीं दी और मैं रोते रोते सो गई। അതിനുശേഷം ഞാൻ കർത്താവിന്റെ ശബ്ദം പിന്നീട് ഒന്നും കേട്ടില്ല. ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ ഉറങ്ങിപ്പോയി. लेकिन जब मैं दूसरे दिन सुबह उठी मेरे मन में बहुत शांति थी। എന്നാൽ അടുത്ത ദിവസം ഞാൻ രാവിലെ ഉണർന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ സമാധാനമായിരുന്നു. वचन कहता है Psalm 31 और उसका 7, Psalm 31:7 पढ़ेंगे आप। സങ്കീർത്തനം 31:7 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സങ്കീർത്തനം 31:7 നമുക്ക് വായിക്കാം. അത് സങ്കീർത്തനം 31:7. ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കും, നീ എൻ്റെ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ആമേൻ. സ്തോത്രം. हालेलुया। हालेलुया। परमेश्वर ने मेरी सुधि लिया और मुझे एक शांति दिया और जब मैं आई एक स्ट्रॉन्ग डिसीजन के साथ में आज के बाद दिल्ली में ट्रीटमेंट के लिए कभी नहीं आऊंगी। കർത്താവിന്റെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം തന്നു. കർത്താവിനെ ഓർത്തു. അതിനുശേഷം ആ മുറിയിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. ഇനി മേലാൽ ഞാൻ ഡൽഹിയിൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് വരികയില്ല എന്ന തീരുമാനത്തോടെ പുറത്തു വന്നു. मैं आपको यहाँ एक बात बताना चाहती हूँ कि उन दिनों में मुझे लगता था ये जो मुझे 2 प्रकार की लेप्रेसी हो गई है, मेरे बेटे को मेरे हस्बैंड को हो जाएगी तो मैं घर वापस नहीं जाऊंगी। दिल्ली से काफी दूर था, हम मध्य प्रदेश में थे, तो मैं वापस घर नहीं जाऊंगी। किसी के घर में मैं बर्तन धो लूंगी, किसी के बच्चे को खिला लूंगी। मतलब मैं उतना ज्यादा नीचे देखने लगी थी। ഞാൻ ഒരു കാര്യം കൊണ്ട് എനിക്ക് മനസ്സിലായി, എൻ്റെ ശരീരത്തിൽ 2 തരത്തിലുള്ള കുഷ്ഠരോഗം ഇപ്പം ഉണ്ട്. എനിക്കും
ഉണ്ട്. എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞിനും ഈ കുഷ്ഠരോഗം പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ വീട്ടിൽ മധ്യപ്രദേശിൽ വളരെ ദൂരെയാണ്, ആ വീട്ടിലേക്ക് ഞാൻ ഇനി തിരിച്ചു പോകത്തില്ല. ഞാൻ എവിടെയെങ്കിലും ഓടിപ്പോയി വീട്ടിൽ ജോലിക്കോ വേലക്കാരിയായിട്ടോ അഴുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെയുള്ള ഒരു വേലക്കാരിയായിട്ടൊക്കെ ഞാൻ പോകാം എന്നൊക്കെ എൻ്റെ മനസ്സിൽ ചിന്ത വന്നു. उसी समय संडे का दिन था, नेक्स्ट डे, और मैं जब चर्च गई तो चर्च में एक पास्टर के घर में बुक शेल्फ में एक बुक रखी थी, मिरेकल इन डेली लाइफ बाय ओरल रॉबर्ट. There is a miracle in your mouth, right, sister? हाँ, yes, I think. There is a miracle in your mouth. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു പാസ്റ്റർ വീട്ടിലെ ബുക്ക് ഷെൽഫിൽ ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകത്തിന്റെ പേര് ഇങ്ങനെയായിരുന്നു, There is a miracle in your mouth. നിങ്ങളുടെ വായിൽ ഒരു അത്ഭുതമുണ്ട്. और उसने मेरे विश्वास को बहुत बढ़ाया, और मैं आई और वापस मैंने अपने मध्य प्रदेश अपने घर चली गई. ആ പുസ്തകം വായിച്ചത് എന്റെ വിശ്വാസം ഒത്തിരി വർദ്ധിപ്പിച്ചു. ഞാൻ അതുകൊണ്ട് തിരിച്ച് മധ്യപ്രദേശിൽ എന്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. और वहां पर हमारे यहाँ पर एक पास्टर आए कैलकाटा से, और छोटा सा हम लोग जहाँ थे वो बहुत एक स्मॉल विलेज जैसा था. तो एक पास्टर किसी फैमिली में आए तो हम वहां पर प्रेयर में गए थे, और जब उन्होंने मुझे देखा तो उन्होंने मुझसे पूछा, आप बहुत उदास लग रही हैं, आपको क्या हो गया है? और तुरंत मैंने बोला, प्रभु ने बोला था सच बोलना. मैंने बोला मुझे लेप्रेसी हो गई है. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ആ ഗ്രാമത്തിലെ കൽക്കട്ടയിൽ നിന്നൊരു പാസ്റ്റർ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് വന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ പോയി. എന്നെ കണ്ടപ്പോൾ ആ പാസ്റ്റർ ചോദിച്ചു, നിങ്ങളെ കണ്ടിട്ട് ഒത്തിരി സങ്കടമുണ്ടല്ലോ, വിഷമമുണ്ടല്ലോ, എന്താ പറ്റിയത്, എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് സത്യം പറയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് കുഷ്ഠരോഗമാണ്. उन्होंने कहा, मीटिंग के बाद अगर आप चाहती हैं तो हम आपके घर आकर प्रार्थना करेंगे. और वो मेरे घर आए. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മീറ്റിംഗിന് ശേഷം നിങ്ങളുടെ ഫോണത്തിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ. जब वो मेरे घर आए और उन्होंने प्रार्थना किया, और जब वो प्रार्थना कर रहे थे कि मर्सी आइजाया 53 वर्स 5 के अकॉर्डिंग कि उसके कोड़े खाने से हम चंगे हुए हैं, तो उसी समय पवित्र आत्मा मेरी सहायता कर रहा है प्रार्थना करने के लिए. मैंने कहा, प्रभु मैं आपके ऊपर 100% में विश्वास करती हूँ, लेकिन क्योंकि मैं लैब में काम करती हूँ, लेप्राबेसिलाई को हम टेस्ट करते हैं, तो मुझे मालूम है कि जो मेरा ब्रेन है वो ज्यादा काम कर रहा है कि नहीं मर्सी, ऐसे नहीं होगा, ये नहीं मरेंगे. लेकिन इसलिए आप मेरे बॉडी से मेरे ब्रेन को 1 सेकंड के लिए अलग कर दीजिए, मैं उसी घड़ी पूरी चंगाई को ले लूंगी. പ്രിയമുള്ളവരെ, പിന്നെ ദൈവത്തിന്റെ വചനത്തിൽ യെശയ്യാവിന്റെ പുസ്തകം 53 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ അടിപ്പണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നുള്ള വചനം ദൈവത്തിന്റെ വചനത്തിലുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മെഡിക്കൽ ലാബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് എപ്പോഴും ഈ ലെപ്രസിയുടെ ഇതൊക്കെ ഞാൻ നോക്കുന്നതാണ്, അറിയുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ബുദ്ധി സ്വല്പസമയത്തേക്ക് വർക്ക് ചെയ്തു. എന്നാൽ അല്പസമയത്തേക്ക് ഞാൻ എൻ്റെ ബുദ്ധിയെ സൈഡിലേക്ക് മാറ്റി നിർത്തി. എന്നിട്ട് ഞാൻ അത് വിശ്വസിക്കുവാനിടയായി തീർന്നു, യേശു കർത്താവ് എന്നെ സൗഖ്യമാക്കുമെന്ന്. वो पास्टर चले गए और मैंने अपने हस्बैंड से कहा, ये पूरा मेडिसिन का जो पैकेट है आप उसको फेंक दीजिए. और उन दिनों में मैं 32 टैबलेट्स लेती थी पर डे. ആ സമയങ്ങളിൽ ഞാൻ 32 ടാബ്ലറ്റ് ഒരു ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളായിരുന്നു. അതെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞു. और उन्होंने फेंक दिया. हम प्रार्थना करके सो गए. नेक्स्ट डे मॉर्निंग जब मैं उठी तब मैं यूजुअली बाथरूम स्लीपर नहीं पहन पाती थी. मेरे हस्बैंड मुझे गोदी में इस प्रकार उठा के मुझे बाथरूम लेकर जाते थे. तो उस दिन मैं नींद में उठी, बाथरूम स्लीपर पहनी और वॉशरूम चली गई. അതിനുശേഷം ആ ടാബ്ലറ്റ് എല്ലാം എടുത്ത് കളയുകയും ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുകയും ചെയ്തു. എല്ലാ ദിവസവും രാവിലെ എനിക്ക് സ്വയമായിട്ട് ബാത്റൂമിൽ പോകാൻ സാധിക്കില്ല. എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ കരങ്ങളിൽ എടുത്തുകൊണ്ടാണ് ബാത്റൂമിലേക്ക് പോയി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ചെരുപ്പ് ധരിച്ച് എനിക്ക് ബാത്റൂമിലേക്ക് കടന്നു പോകാൻ ദൈവം സഹായിച്ചു. और वहां पर मैं पाई कि अरे मैं तो अपने आप अकेली आई, और मैंने अपने हाथों को देखा, मेरी स्वेलिंग सब चली गई थी. और
मैं बाथरूम स्लीपर पहनी हूँ, जल्दी से मैं बाथरूम से बाहर गई और हस्बैंड को मैंने उठाया और उनको बताई और हम दोनों प्रभु का धन्यवाद दिए। അങ്ങനെ ഞാൻ ബാത്റൂമിൽ ചെന്ന് നിന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായോ, ഞാൻ തനിയാണല്ലോ ബാത്റൂമിൽ ചെരുപ്പിട്ട്, എനിക്ക് തന്നെ വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ കയ്യിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ കയ്യിലെ വേദനയും സ്വെല്ലിങ്ങും ഒക്കെ കുറഞ്ഞായിട്ട് കാണുകയും ഞാൻ ഓടിപ്പോയി എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയും ഇതെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. और उस समय में ये जो मेरी राइट आई है, ये राइट आई मेरी 24 आवर्स खुली रहती थी, क्योंकि ये इसमें नर्व अफेक्ट हो गया था। ये ऐसे ब्लिंक नहीं करती थी, पलक नहीं झपकती थी 24 घंटे। जब मैं बोलती थी हस्बैंड को कि इसमें मेरे फेस धोने के समय सोप जाता है, तो वो मुझे नहीं बोलते थे कि ये डिप्रेशन में चली जाएगी, कि अभी इतना बढ़ गया है डिजीज की इसकी आई भी 24 आवर्स ओपन रहती है। तो उन्होंने कहा संभाल कर धोना। എൻ്റെ ഈ അസുഖം കാരണം എൻ്റെ വലത് കണ്ണ് 24 hours അത് തുറന്നു തന്നെ ഇരിക്കുകയുള്ളൂ, അത് അടയാൻ സാധിക്കുകയില്ലായിരുന്നു. അത് കണ്ണിനുള്ള നെർവൽ പ്രോബ്ലം കൊണ്ട്, കുഷ്ഠരോഗം വന്നതുകൊണ്ട് കണ്ണ് തുറന്നു തന്നെയായിരുന്നു ഇരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് അത് കണ്ടിട്ട് എന്നോട് അതൊന്നും പറയത്തില്ല, അതൊന്നും എനിക്ക് മനസ്സിലാക്കരുതെന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ ഡിപ്രഷനിൽ പോകുന്നുള്ള ഭയം കൊണ്ട് അതൊക്കെ എന്നോട് ഒളിപ്പിച്ചിട്ട് എന്നോട് പറയുമായിരുന്നു, നീ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് മാത്രം പറയുമായിരുന്നു. प्रभु का धन्यवाद हो। लेकिन एक हफ्ते के अंदर अंदर मैं बोलूं, अगर 7 से 10 दिन के अंदर में मेरे पूरे सफेद दाग चले गए। मेरी जो आंख 24 आवर्स खुली रहती थी वो मेरी पलक झपकने लगी। और जो मेरा हाथ है, मैंने नामान कोढ़ी को नहीं देखा, लेकिन मैं जानती हूँ परमेश्वर ने एक बच्चे के समान उसके हाथ को कर दिया। आप लोग मेरे हाथ को अगर देखेंगे तो कितना सॉफ्ट है। मैं खुद भी सोचती हूँ परमेश्वर ने कितना सुंदर मुझे कर दिया। പ്രിയമുള്ളവരെ, ഒരു ആഴ്ചക്കകം തന്നെ എൻ്റെ ശരീരത്തിലുള്ള മുഴുവൻ കുഷ്ഠരോഗത്തിൻ്റെതാകുന്ന വെളുത്ത പാടുകളും അപ്രത്യക്ഷമായി എന്ന് മാത്രമല്ല, എൻ്റെ കണ്ണടയുവാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിലുള്ള വെളുത്ത പാടുകളുള്ള ഭാഗത്തൊക്കെ പുതിയ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമൊന്നും ഞാൻ നയമാനെ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ നയമാന്റെ കാര്യത്തിൽ പറയുന്നില്ലേ, ഒരു ബാലന്റെ ശരീരം പോലെ നയമാന്റെ ശരീരമായെന്ന്. ഞാൻ എൻ്റെ ശരീരത്തെക്കുറിച്ച് പറയും, എൻ്റെ ശരീരത്തെ ദൈവം അതുപോലെ തന്നെ സോഫ്റ്റ് ആക്കി മാറ്റി. ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിക്കുവാൻ, സുന്ദരമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. और डॉक्टर्स ने हर जगह कहा था आपके पास एक ही बच्चा है, उसी में रखना, सेकंड बच्चे के लिए नहीं सोचिएगा क्योंकि वो एबनॉर्मल होगा। ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു സെക്കൻഡ് ചൈൽഡ് വേണ്ട എന്ന്, കാരണം അത് അബ്നോർമൽ ആയിരിക്കുമെന്ന്. और लेकिन परमेश्वर ने जर्माया 32:27 के अकॉर्डिंग वहां लिखा है, मैं तो सब प्राणियों का परमेश्वर हूँ, क्या मेरे लिए कोई काम कठिन है। और हम जब इस वचन को पढ़े, हमने और प्रभु के ऊपर विश्वास किया और प्रभु ने मुझे दूसरी संतान की आशीष दिया। യെരമ്യാവിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, സകല ജഡത്തിന്റെയും സൃഷ്ടികർത്താവ് ഞാനല്ലയോ, എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കർത്താവ് ഞങ്ങൾക്ക് രണ്ടാമത് ഒരു കുഞ്ഞിനെ നൽകുവാനിടയായി തീർന്നു. और जब मैं 3.5 महीने का इस बच्चे को कैरी कर रही थी, बहुत सी वीकनेस, बहुत से मुझे प्रॉब्लम्स थी, लेकिन उस समय में परमेश्वर ने 2 कोरिन्थियंस चैप्टर 12 वर्स 9 के अकॉर्डिंग परमेश्वर ने मुझसे बातचीत किया, जहां पर लिखा हुआ है, मलयालम पे पढ़िए, 2 कोरिन्थियർ 12:9 जी। ഓക്കെ. രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭത്തിലായിരിക്കുമ്പോൾ എനിക്ക് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് 2 കൊരിന്ത്യർ ലേഖനം 12:9 വാക്യത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആമേൻ. आमेन। प्रभु का धन्यवाद हो। जब परमेश्वर ने इस वचन को दिया, उसी समय पवित्र आत्मा ने कहा, मर्सी इस वर्ष को क्लेम करो। और मैंने क्लेम किया और परमेश्वर ने ये अनुग्रह दिया। मैं उन दिनों में मैं इतना ज्यादा मुझे वॉमिटिंग होता था कि मैं इतना राइस भी नहीं खा सकती थी, केवल ड्रिप लगता था, लेकिन परमेश्वर ने अनुग्रह दिया। और उसी समय इस वर्ष के अकॉर्डिंग मैंने अपने बच्चे का नाम सामर्थ रख दी, विश्वास के साथ में। वहां लिखा है सामर्थ, हमारी निर्बलता में ना वो सामर्थ सिद्ध होती है, उसकी सामर्थ है करती है।
ഈ വചനം കർത്താവ് തന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, മേഴ്സി, ഈ വചനത്തെ നീ മുറുകെ പിടിച്ച് അതിനെ ക്ലെയിം ചെയ്തുകൊണ്ട് നീ പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ ക്ലെയിം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് അധികമായ ഛർദിലും മറ്റും ഉണ്ടായിരുന്നു. ഒരല്പം പോലും ചോറ് കഴിക്കുവാൻ എനിക്ക് കഴിയത്തില്ലായിരുന്നു. പക്ഷേ ദൈവം ആ വചനം തന്നെ എന്നെ ഉറപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിന് സാമർത്ഥ എന്ന് പേരിട്ടു. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ ശക്തി ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. അതിൽ ശക്തി എന്നുള്ളത് ഹിന്ദിയിൽ സാമർത്ഥാണ്. അങ്ങനെ സാമർത്ഥ എന്ന് എൻ്റെ കുഞ്ഞിനെ ഞാൻ മനസ്സിൽ പേരിടുവാനിടയായി. हालेलुया। प्रभु ने ऐसा अनुग्रह दिया कि ये जो डॉक्टर कहते थे आप एबॉर्शन करवा लीजिए क्योंकि ये बेबी आपका एबनॉर्मल होगा, लेकिन हमने कहा नहीं, हम नहीं कराएंगे। और परमेश्वर ने ये अनुग्रह दिया कि अपने अनुग्रह में परमेश्वर ने बहुत सुंदर भी दिया बेटा, क्योंकि जब वो देता है तो बेस्ट देता है। ഡോക്ടർ പറഞ്ഞു, ഈ കുഞ്ഞിനെ നിങ്ങൾ അബോർട്ട് ചെയ്ത് കളയണം, കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമെന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ കർത്താവ് ഞങ്ങളോട് കൂടെയിരുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദാനം ചെയ്യുവാനിടയായി തീർന്നു. और उस बेटे ने 10th के बाद अपना जीवन परमेश्वर को दिया और 12th के बाद उसने बीटीसी कैलकाटा से उसने बाइबल कोर्स किया और उसके बाद बैंगलोर से बीसी से उसने एमडिव किया और उसकी शादी हो गई और उसकी जो मिसेस है वो भी एमडिव की और वे दोनों अभी बाइबल कॉलेज दिल्ली में प्रभु की सेवा कर रहे हैं। എന്റെ മകൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ ബൈബിൾ കോളേജിൽ പോയി, കൽക്കത്തയിൽ പോയി അവൻ ഗ്രാജുവേഷൻ എടുത്തു. ബൈബിളിൽ അതിന് സെമിനാരിയിൽ ഗ്രാജുവേഷൻ എടുത്തു. അതിനുശേഷം അവൻ ബാംഗ്ലൂരിൽ വന്നിട്ട് മാസ്റ്റർ ഇൻ ഡിവിനിറ്റി MDiv ചെയ്തു. അതിനുശേഷം വിവാഹം കഴിച്ചു. അവന്റെ വൈഫും മാസ്റ്റർ ഇൻ ഡിവിനിറ്റി ചെയ്ത് ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടിയാണ്. അവർ രണ്ടുപേരും കൂടെ കൂടി ഇന്ന് ഡൽഹിയിൽ ഒരു ബൈബിൾ കോളേജിനോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. प्रभु का धन्यवाद हो। और जो मेरा बड़ा बेटा है और जो बहू है मेरी, वे अर्मीनिया में हैं और मेरे बड़े बेटे को भी कुछ भी लेप्रेसी का उसकी बॉडी में नहीं पाया गया और वो भी ठीक है। लेकिन अगर मैं आज आपके सामने बैठी हूँ और ये गवाही को दे रही हूँ तो ये परमेश्वर है जिसने मुझे मेरे डेथ बेड के समय में, अगर कहूँ एक मेरे ऑपरेशन के समय में मेरी जो आर्टरी है वो कट गई। इमरजेंसी में मेरा ऑपरेशन हुआ था। एक मेरी हिस्टेक्टमी हो रहा था, यूट्रस रिमूव किया जा रहा था, मेरी एक आर्टरी कट गई और जो कट गई 5 डॉक्टर्स थे और वे बोलने लगे कि कौन सा ऑर्गन कट गया है, पेशेंट इतना ब्लीड कर रही है, इनका कोई भी ब्लड अरेंज नहीं है, तो क्या होगा। ठीक उसी समय परमेश्वर ने मुझसे एक वचन के द्वारा बात की। उसने मेरी आत्मा में अपने वचन को भेजा। साम 118 वर्स 17 और 18। ഞാൻ എൻ്റെ മൂത്ത മകൻ ഇപ്പോൾ അർമീനിയയിൽ കുടുംബമായിട്ടായിരിക്കുന്നു. അവരോട് ജോലി ചെയ്യുന്നു. എൻ്റെ മൂത്ത മകനും കുഷ്ഠരോഗത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളും വന്നില്ല. അവനെയും കർത്താവ് പ്രൊട്ടക്ട് ചെയ്യുവാൻ ഇടയായി തീർന്നു. അതുമാത്രമല്ല, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ജീവനോട് ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവം വിടുവിച്ച മറ്റൊരു അനുഭവം കൂടി എനിക്കുണ്ട്. എൻ്റെ ഒരു ഹിസ്റ്ററക്ടമിയുടെ സർജറി നടക്കുന്ന സമയത്ത് എന്തോ അബദ്ധവശാൽ എൻ്റെ ഒരു ആർട്ടറി മുറിഞ്ഞു പോകുവാൻ ഇടയായിത്തീർന്നു. ഒത്തിരി ബ്ലീഡിങ് നടക്കുവാൻ ഇടയായിത്തീർന്നു. ഒത്തിരി രക്തം പൊയ്ക്കൊണ്ടിരുന്നു. ഡോക്ടർമാരെല്ലാം വളരെ ഭയപ്പെട്ടു. 5-6 ഡോക്ടർമാർ നിൽക്കുകയാണ്. അവർ ചോദിച്ചു, എവിടെയാ മുറിവ്, എവിടെ നിന്നാണ് രക്തം വരുന്നത്? അവർ പറഞ്ഞു, അയ്യോ, നമ്മൾ രക്തമൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ലല്ലോ, ബ്ലഡ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലല്ലോ. എല്ലാവരും ടെൻഷനിലായി. ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് 118-ാം സങ്കീർത്തനം 17 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് സംസാരിച്ചു. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. मैं ना मरूंगा वरन जीवित रहूंगा और जैसे और उसके आश्चर्य कर्मों का वर्णन करूंगा। जैसे ही मेरी आत्मा में दिया, मुझे डर क्या होता है वो मालूम ही नहीं और मैं मुस्कुरा रही थी। उन्होंने मेरी आंख के ऊपर एक बांधा हुआ था और स्पाइनल दिए थे, इसलिए मैं जो ऑपरेशन थिएटर का सारा बात में सुन रही थी और मैं बोल रही हूँ प्रभु को, प्रभु इनको क्या मालूम, मुझे तो अभी मरना नहीं है, मुझे तो अभी कई टेस्टिमनी देना है, कई आने वाले जो जनरेशन है उन्हें आपके बारे में बताना है।
ഈ ദൈവശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചിരിക്കുകയാണ്, ഞാൻ സന്തോഷിക്കുകയാണ്. എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഒരു മറയ്ക്കുവാൻ വേണ്ടി ഒരു എന്താ പറയുന്നത്, ഒരു കേട്ട് ബ്ലൈൻഡ് ചെയ്യാൻ വേണ്ടി ഇട്ടിരുന്നു. എന്നാൽ എനിക്ക് സ്പൈനൽ ഇഞ്ചക്ഷൻ തന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സന്തോഷത്തോടു കൂടെ പറയാൻ തുടങ്ങി, ഞാനിപ്പം മരിക്കാനുള്ള സമയമായിട്ടില്ല, കാരണം എനിക്ക് ഒത്തിരി അടുത്ത് സാക്ഷ്യം പറയാൻ ബാക്കിയുണ്ട് എന്നൊക്കെ വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഞാൻ പറയാൻ തുടങ്ങി. प्रभु का धन्यवाद हो। और उसके बाद जब ऑपरेशन खत्म हुआ, पवित्र आत्मा ने मेरे मुंह को खोल दिया और सबको मैं बोलने पाई, गॉड ब्लेस यू। ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ എല്ലാവരോടും ഞാൻ പറയാൻ തുടങ്ങി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഗോഡ് ബ്ലെസ് യു എന്ന്. प्रभु का धन्यवाद हो कि परमेश्वर ने ये जो काम मेरे जीवन में किया है, वो अगर आपके जीवन में भी जो गवाहियां हैं, अगर उसके प्रति आप विश्वास योग्य रहेंगे, परमेश्वर अद्भुत काम को करेगा। मैं बताना चाहती हूँ कि परमेश्वर ने जो मेरे जीवन में किया है, उन गवाहियों को देने से मैं कभी भी नहीं शर्माती हूँ, क्योंकि मैं जानती हूँ परमेश्वर ये जीवित परमेश्वर है। वचन कहता रोमन्स 8 उसका 28 में कि सब बातें मिलकर भलाई ही को उत्पन्न करती है, अर्थात उनके लिए जो उसके इच्छा के अनुसार बुलाए गए हैं। പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അത്ഭുത പ്രവൃത്തികളെ ചെയ്യും. ഞാൻ എൻ്റെ സാക്ഷ്യം എങ്ങും പറയാൻ ലജ്ജിക്കത്തില്ല, മടിക്കത്തില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ര വലിയ അത്ഭുത കാര്യങ്ങളെ ചെയ്തു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം പറയുന്നത് പോലെ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. प्रभु का धन्यवाद हो, क्योंकि जिन वचनों से वो बात कर रहा है, वो परमेश्वर का जीवित सामर्थी वचन है। और इसलिए हर एक परिस्थिति में हमें वचन के ऊपर बहुत विश्वास करना है, क्योंकि यही जो वचन है वो हमें छुटकारा देता है। പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം വലിയ ശക്തിയുള്ള വചനമാണ്. അപ്പോൾ ഏത് വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിച്ചാലും ആ വചനം വിശ്വസിച്ച് നമ്മൾ സ്വീകരിക്കണം. ആ വചനമാണ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ പകരുവാനിടയായിത്തീരുന്നത്. एक बार जब मेरे बर्थडे में मैंने परमेश्वर से बोला कि प्रभु, मेरे माता पिता नहीं है कि मुझे विश करेगा कोई, लेकिन आज के बाद से मैं आपके ऊपर भरोसा रखूंगी और आप ही मेरे मम्मी और पापा होंगे। और इसलिए मैं आज चाहती हूँ कि मैं आपसे कुछ गिफ्ट लूं। आप मुझे ऐसा गिफ्ट दे जिसे मैं जिंदगी भर ना भूलूं। ഒരു ദിവസം എൻ്റെ ബർത്ത്ഡേ സമയത്ത് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എൻ്റെ മാതാപിതാക്കൾ ഇന്നില്ല, എനിക്ക് ഗിഫ്റ്റ് തരുവാൻ വേണ്ടി നീ തന്നെയാണ് എൻ്റെ അപ്പനും അമ്മയും അല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ബർത്ത്ഡേക്ക് ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഗിഫ്റ്റ് എനിക്ക് തരണം. और प्रभु ने बोला, मर्सी जेनेसिस 15 और उसका 1 निकाल के पढ़ो। അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, മെഴ്സി, ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 1 തുറന്ന് വായിച്ചാട്ട്. मैंने कहा, हाँ प्रभु, मैंने पढ़ लिया। आपने कहा, हे अब्राहम मत डर, तेरी ढाल और तेरा अत्यंत बड़ा फल मैं हूँ। അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ആമേൻ. हाँ, मैं प्रभु ने बोला फिर से पढ़ो। मैंने फिर से पढ़ दिया। प्रभु ने 3rd टाइम कहा, मर्सी अब्राहम नहीं, तुम अपना नाम रख करके पढ़ो। കർത്താവ് എന്നോട് പറഞ്ഞു, മേഴ്സി ഒരു പ്രാവശ്യം കൂടെ വായിക്കുക. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിച്ചു. അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, മേഴ്സി എന്നല്ല നീ വായിക്കേണ്ടത്, അബ്രഹാമിന്റെ സ്ഥാനത്ത് നിന്റെ പേര് വെച്ചിട്ട് നീ ആ വാക്യം വായിക്കാൻ പറഞ്ഞു. हालेलुया। और परमेश्वर ने बातचीत किया, और वो मैं जानती हूँ वो आज तक मेरी माँ और मेरा पापा बन करके वो विश्वास योग्य परमेश्वर आज तक मुझे चला रहा है। എന്റെ കർത്താവ്, മാതാവായി, പിതാവായി ഇന്ന് വരെ വിശ്വസ്തനായി എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. और जो मेरा बेटा और बहू बाहर अर्मीनिया में हैं, जब हम उनके घर गए थे डिलीवरी के समय में, तो वहां पर हम गर्म कपड़े खरीदने के समय में बहुत ज्यादा ठंडी थी। मेरे हस्बैंड ने बोला, मर्सी जितनी जल्दी हो सके हम यहाँ से चले जाएंगे। ഞങ്ങൾ അർമീനിയയിൽ ഞങ്ങളുടെ മക്കൾ താമസിക്കുന്നിടത്ത് പോയപ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ മരുമകളുടെ ഡെലിവറി സമയത്ത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അർമീനിയയിൽ വലിയ തണുപ്പുള്ള സമയമായിരുന്നു. അതുകൊണ്ട് ചൂടിനുള്ള തണുപ്പിന് ഉപയോഗിക്കാൻ പറ്റുന്ന കമ്പിളി വസ്ത്രങ്ങൾ വാങ്ങിക്കുവാൻ വേണ്ടി ഞങ്ങൾ പുറത്തു പോയപ്പോൾ വലിയ തണുപ്പായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, മെഴ്സി, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറയാനിടയായി തീർന്നു. लेकिन उन्होंने एक और बात कही, काश एक कप चाय मिल जाती। എന്നാൽ അപ്പം തന്നെ എൻ്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഒരു കപ്പ് ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു.
उनका कहना था कि सामने की दुकान से एक जवान लड़का एक बड़े डिस्पोजेबल ग्लास में चाय लेकर आके हस्बैंड को दिया। ആമേൻ. അത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതും മുൻപിലുള്ള ഒരു കടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന് ഒരു വലിയ ഡിസ്പോസിബിൾ ഗ്ലാസ് നിറച്ച് ചായ കൊണ്ടുവന്ന് എന്റെ ഭർത്താവിന്റെ കൈ കൊടുത്തു. वो अंदर गया, फिर दूसरा ग्लास लाके मुझे दिया। അദ്ദേഹം അകത്ത് പോയിട്ട് വേറൊരു ഗ്ലാസ് കൊണ്ടുവന്നിട്ട് എനിക്കും തന്നു. और जब हमने पूछा कितना पैसा हुआ, तब एक ट्रांसलेशन के द्वारा पता चला कि नहीं नहीं, मैं तो आप लोगों को दे रहा हूँ, कोई मैं चाय नहीं बेचता हूँ। അപ്പോൾ ഞങ്ങൾ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഒരാളുടെ സഹായത്തോടെ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു എത്ര രൂപയാണ് ചായയുടെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അല്ലല്ല ഞാൻ ചായ വിൽക്കുന്നവനല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ചായ തന്നതാണ്. और फिर हमने उससे कहा हमारा परमेश्वर आपको बहुत आशीष दे। और तब उसकी आंख में आंसू आ गए और उसने कहा इसी यीशु ने 4 साल पहले मेरे जीवन को बदल दिया। ഞങ്ങൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു ദൈവം നിന്നെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അത് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ യേശു തന്നെ, നിങ്ങൾ പറഞ്ഞ യേശു തന്നെയാണ് 4 വർഷം മുമ്പ് എന്റെ ജീവിതത്തെ മാറ്റിയത്. ആമേൻ. तो जब मैंने आप लोगों को खड़े हुए देखा, मैंने यीशु से प्रार्थना किया, प्रभु मैं इन लोगों के लिए क्या करूं, ये बाहर से आए हैं। पवित्र आत्मा ने कहा तुम इन्हें चाय दो। ഞാൻ നിങ്ങൾ വെളിയിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു കർത്താവേ ഇവര് വിദേശത്തു നിന്ന് വന്നവരാണല്ലോ, ഇവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു അവർക്ക് ചായ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. അതിനാണ് ഞാൻ ചായ തന്നത്. ഹല്ലേലൂയ. लेकिन उसी दिन सुबह में मैं और मेरे हस्बैंड हम दोनों प्रेयर कर रहे थे और उस दिन हमने ये प्रभु से मांगा, प्रभु हम यहाँ इंडिया से आए हैं, तो यहाँ के जो लोग हैं वो हमसे जो इंडियंस एक्टर हैं, एक्ट्रेसेस हैं, उनके बारे में बात करते हैं। होने दीजिए परमेश्वर, इन लोग जाने कि हम आपके हैं, हम मसीह की पत्रियां हैं, इस बात को लोग जाने। അന്ന് രാവിലെ ഞാനും എൻ്റെ ഭർത്താവും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവെ ഞങ്ങൾ ഈ ദേശത്തേക്ക് ഇന്ത്യയിൽ നിന്ന് വന്നു, ഇവിടെയുള്ള ആളുകൾ ഞങ്ങളോട് ചോദിക്കുന്നത് ഇന്ത്യൻ സിനിമാ നടന്മാരുടെ പേരും അവരുടെ കാര്യങ്ങളും ഒക്കെയാ അവരെ അറിയാൻ വേണ്ടി ഞങ്ങളോട് ചോദിക്കുന്നത്. ഞങ്ങൾ സിനിമാ നടന്മാരെ കുറിച്ചല്ല, ഞങ്ങൾക്ക് ഈ ജനത്തോട് പറയണം ഞങ്ങൾ കർത്താവിനെ സ്വീകരിച്ച യേശുവിന്റെ മക്കളാണെന്ന് ഈ ജനത്തോട് പറയാൻ വേണ്ടി ഞങ്ങൾക്ക് അവസരം കിട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. और परमेश्वर ने इस जवान भाई के द्वारा हमारे लिए सुसमाचार के लिए गांव में द्वार को खोल दिया और हम बहुत, प्रभु ने अद्भुत रीति से हमें वहां अपने नाम की महिमा के लिए, गवाही देने के लिए, वचन सुनाने के लिए परमेश्वर ने अनुग्रह दिया। ഈ യൗവനക്കാരനായ വ്യക്തിയിലൂടെ കർത്താവ് പിന്നത്തേതില് ഗ്രാമങ്ങളിലേക്ക് ഞങ്ങൾക്ക് വാതിലുകളെ തുറന്നു. അങ്ങനെ ഒത്തിരി ഗ്രാമങ്ങളിൽ യേശു കർത്താവിനെ കുറിച്ച് ശുശ്രൂഷിക്കുവാൻ സുവിശേഷിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി. प्रभु का धन्यवाद हो। मैं आपको बताना चाहती हूँ कि जब मुझे लेप्रेसी हुआ था तो मेरे जो बाल थे वो लंबे थे, तो उनको काट के छोटा कर दिए थे, लेकिन परमेश्वर ने अपने अनुग्रह में मेरे बालों को बहुत लंबा कर दिया। और ये मेरे लिए गवाही का कारण, जब कोई मुझसे पूछता है कि आपके बाल कितने सुंदर, कितने लंबे हैं, तब मैं प्रभु की गवाही देती हूँ कि मैं ऐसी, मुझे लेप्रेसी हो गया था और परमेश्वर ने मुझे चंगाई दिया। ഹല്ലേലൂയ. ദൈവമക്കളെ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് കുഷ്ഠരോഗം വന്നപ്പോൾ എൻ്റെ മുടി മുറിച്ച് കളഞ്ഞായിരുന്നു, തോളപ്പം വെച്ച് മുടി മുറിച്ച് കളഞ്ഞായിരുന്നു. എന്നാൽ ഈ കർത്താവ് എനിക്ക് സുന്ദരമായ വലിയ മുടി നൽകി. എൻ്റെ മുടി കാണുമ്പോൾ ആളുകൾ എന്നോട് ചോദിക്കും അയ്യോ നിങ്ങളുടെ മുടി എത്ര വലിയ മുടിയാ, എത്ര സുന്ദരമായ മുടിയാ. അങ്ങനെ അവരെന്നോട് ചോദിക്കുമ്പോൾ എനിക്കൊരു അവസരം കിട്ടും, എൻ്റെ സാക്ഷ്യം അവരോട് പറയാനുള്ള ഒരവസരം എനിക്ക് കിട്ടും. സ്തോത്രം. मैं कोई डाइटिंग नहीं करती हूँ, लेकिन परमेश्वर ने जैसा वचन में लिखा है योएल चैप्टर 2 वर्स 25 और 26 कि जो हानि परमेश्वर कहता है जो मैंने भेजा वो सारी हानि को मैं भर दूंगा। तो परमेश्वर ने मुझे बहुत फिट रखा अपने अनुग्रह में। तो जब लोग पूछते मुझसे कि अरे आपको देखकर कोई नहीं बोलेगा कि आपकी उम्र इतनी है,
पवित्र आत्मा फिर से मेरी सहायता करता। मर्सी गवाही देना यहाँ पर इस प्रकार। കർത്താവിന്റെ സ്തോത്രം. ഞാന് ഡയറ്റിംഗ് ഒന്നും ചെയ്യുന്ന ആളല്ല, പക്ഷേ എന്റെ ശരീരത്തെ കർത്താവ് നല്ല ഫിറ്റ് ആക്കിയിരിക്കുകയാണ്. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, കർത്താവ് നമുക്ക് വന്ന നഷ്ടങ്ങളെ കർത്താവ് കോമ്പൻസേറ്റ് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെയൊക്കെ കർത്താവ് മടക്കി തന്നു. അതുകൊണ്ട് എന്നെ കാണുമ്പോൾ ആളുകൾ പറയും, അയ്യോ നിങ്ങൾക്ക് ഇത്രയും പ്രായമുണ്ട്, ഇത്രയും പ്രായം കണ്ടാ തോന്നത്തില്ലല്ലോ. അതെനിക്ക് സാക്ഷ്യം പറയാനൊരു അവസരമാണ്. ഞാൻ അവരോട് എൻ്റെ സാക്ഷ്യം പറയും, എങ്ങനെയാണ് എൻ്റെ ശരീരം ഇങ്ങനെ മാറിയത്, ഫിറ്റായത്, എങ്ങനെയാണ് ഇത്ര സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ എനിക്ക് കിട്ടിയത്. എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി കർത്താവ് തരുന്ന അവസരമാണ്. हालेलुया। हालेलुया। परमेश्वर प्रभु का धन्यवाद हो, क्योंकि वो बहुत भला परमेश्वर है। उसी के पास जी उठने की सामर्थ्य है। अगर मैं कहूँ कि मेरे शरीर के जो टिश्यूज थे, मेरे जो मसल्स थे, वो सब लेप्रेसी से सब एक तरीके से डेड हो गए थे, क्योंकि उनमें सेंसेशन नहीं था। मैं कई बार जल जाती थी, मुझे पता ही नहीं चलता था। खाना बनाने के समय बाद में देखती थी कि मेरा इतना इतना जला हुआ है। हस्बैंड बोलते थे कैसे जल गई, और मैं बोलती थी पता नहीं कहां से जल गई, कोई सेंसेशन नहीं था। लेकिन परमेश्वर ने मेरे सारे उन टिश्यूज को फिर से मुझे जिला दिया और मुझे अच्छा कर दिया। हालेलुया। പ്രിയമുള്ളവരെ, കർത്താവ് എൻ്റെ ശരീരത്തിൽ പുതിയ കോശങ്ങളെ നൽകി. എൻ്റെ ശരീരത്തിൽ ലെപ്രസി ഉണ്ടായിരുന്ന, കുഷ്ഠരോഗം ഉണ്ടായിരുന്ന ഭാഗങ്ങളിൽ സെൻസേഷൻ ഇല്ലായിരുന്നു. ചിലപ്പോഴൊക്കെ ആഹാരമൊക്കെ പാകം ചെയ്യുമ്പോൾ എനിക്ക് പൊള്ളലേറ്റാൽ അറിയത്തില്ലായിരുന്നു. പിന്നീട് നോക്കുമ്പോൾ അത്രയും ഭാഗം വട്ടത്തിൽ പൊള്ളിയിരിക്കുന്നത് കാണും. അപ്പോൾ ഞാൻ ഓർക്കും ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്ന്. എന്നാൽ കർത്താവ് എൻ്റെ ശരീരത്തെ പൂർണ്ണമായി സൗഖ്യമാക്കി ആ സെൻസേഷൻ എല്ലാം തിരിച്ചു തന്നു. हालेलुया। क्योंकि और आज मैं इसलिए इतनी आनंदित रहती हूँ, अपने आप से नहीं, लेकिन वचन कहता है साम 30 और उसका 11 में, तूने मेरे विलाप को नृत्य में बदल डाला, तूने मेरा टाट उतरवा कर मेरी कमर में आनंद का पटुका बांधा है। हालेलुया। ആമേൻ. സങ്കീർത്തനം 30:11 പറയുന്നത് പോലെ, നീ എന്റെ രട്ടിനെ അഴിച്ചു, എന്റെ വിലാപത്തെ നൃത്തമാക്കി മാറ്റി, എന്നെ ഉല്ലാസ വസ്ത്രം എന്നെ ധരിപ്പിച്ചെന്ന് പറയുന്നത് പോലെ കർത്താവ് എന്നെ മാറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം സന്തോഷമുള്ളവളായി ഇന്നിരിക്കുന്നത്. हालेलुया। धन्यवाद हो कि परमेश्वर ने इस गवाही को मेरे जीवन में दे करके, मुझे जीवित रख करके उस पवित्र आत्मा के द्वारा बोलने के लिए सहायता और मदद किया, कि बहुत से लोगों का विश्वास यीशु मसीह के ऊपर हो जाए, कि ना केवल उसने अपनी देह में रहने के दिनों में कई कोढ़ियों को चंगा किया, लेकिन वो प्रभु जो कभी नहीं बदलता है, वो जीवित है और आज भी वो इस प्रकार के अद्भुत और सामर्थ्य के काम कर रहा है। എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്ത കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇന്നും അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു. ആ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഇന്ന് എന്നെ സാക്ഷ്യം പറയാൻ വേണ്ടി സഹായിച്ചത് ആ കർത്താവിന്റെ വിടുതലാണ്. സ്തോത്രം. मैं प्रभु का धन्यवाद देती हूँ Thank you, पास्टर पेले को, कि उन्होंने मुझे मलयालम इस लैंग्वेज में बोलने के लिए ट्रांसलेशन के द्वारा आप लोगों के सामने इस गवाही को देने के लिए अनुग्रह किया। मेरी बहनों, मेरे भाइयों, अगर आज आप दुखी हैं, अगर आप आज समस्या में हैं, अगर आज आपके जीवन में कोई ऐसा लग रहा है कि अब तो कुछ नहीं हो सकता, लेकिन विश्वास करिए, परमेश्वर कहता है मनुष्य से नहीं हो सकता, लेकिन परमेश्वर से सब कुछ हो सकता है। हालेलुया। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മനുഷ്യനാൽ ഒന്നും കഴിയത്തില്ല, എന്നാൽ സ്വർഗത്തിലെ ദൈവത്താൽ അത്ഭുതങ്ങൾ ഇന്നും ചെയ്യുവാൻ അവൻ വിശ്വസ്തനാണ്. ഈ ചാനലിൽ വന്ന് മലയാളത്തില് നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവ് ദേവദാസനിലൂടെ എനിക്ക് അവസരം ഒരുക്കിയല്ലോ, അതിന് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. थैंक यू सो मच पास्टर। थैंक यू सिस्टर। सिस्टर और 2-3 मिनट, 2-3 मिनट और निकलना, और 2-3 मिनट, क्योंकि आपने कुछ बातों हिंदी में बोला, वो भी हम मलयाली लोगों के लिए बता के देना चाहता. സിസ്റ്റർ ഹിന്ദി പറഞ്ഞ 1-2 കാര്യങ്ങൾ മലയാളത്തിൽ പറയാൻ ഇനി ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് സിസ്റ്ററിനോട് നിൽക്കാൻ പറഞ്ഞത്. एक पास्टर जो आपके पास आया, उस पास्टर के बारे में उन्होंने तेल मला के प्रार्थना किया ना, कैसे प्रार्थना की उसके बारे में या बोलिए सिस्टर। वो हमेशा वो छोटा प्रार्थना करते थे, और वो एक पंजाबी परिवार में से थे एक्चुअली, और वो चोरी करना ये सब करते थे, सारा गंदा काम कैलकाटा में। तो एक जो कुछ जवान प्रीचर्स थे, वो न्यू टेस्टमेंट बांट रहे थे गिडियंस का,
तो इन्होंने उस लड़के को मारना चाहा, चाकू था उनके पास में, तो मारना चाहा। वो प्रीचर ने एक न्यू टेस्टमेंट उनको फेंक दिया, और जब उसने पढ़ा, पास्टर घर में गए, शराब का बोतल, वो सिगरेट सब रखा है, और वो क्या क्या है निकाला, जब तो देख रहा है न्यू टेस्टमेंट है, उसको जब पढ़ा तो उसमें लिखा है व्यभिचारी लोग कोई परमेश्वर के राज्य में प्रवेश नहीं करेंगे। तब वो कहने लगे कि अरे कौन ऐसा व्यक्ति है जो मेरे बारे में जानता है, वो अगर है तो वो मेरे पास आए। और तब वो कहने लगे कोई नहीं आया, लेकिन यीशु मसीह मेरे सामने आए और उन्होंने अपना जीवन दिया। तो जब वो मेरे घर में आए तो उन्होंने बोला हस्बैंड से कि तेल लेके आओ, कटोरी में तेल लिया, उन्होंने यहाँ पर ऐसे लगाया और प्रार्थना किया मेरे लिए, बस छोटा सा। और मुझसे पूछा मर्सी विश्वास करती हो? मैंने कहा हाँ। तो उन्होंने कहा ठीक है, जब विश्वास करती हो तो प्रभु काम करेगा, और वो चले गए इस प्रकार। ജീസസ്. ഞാൻ മേഴ്സി സിസ്റ്ററോട് ചോദിക്കായിരുന്നു, മേഴ്സി സിസ്റ്റർക്ക് വിടുതലിന് വേണ്ടി കാരണമായി തീർന്ന ആ പാസ്റ്ററെ കുറിച്ച്. അപ്പോൾ മേഴ്സി സിസ്റ്റർ പറഞ്ഞു അദ്ദേഹം വളരെ ചെറിയ സെന്റൻസുകളിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനാണ്. വലിയ പഞ്ചാബി പാസ്റ്ററായിരുന്നു, നീളമുള്ള പ്രാർത്ഥനയൊന്നുമല്ല. പഞ്ചാബി പാസ്റ്റർ അദ്ദേഹം വളരെ മോശമായ ഒരു ജീവിതം നയിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു. പിടിച്ചുപറിയും കള്ളത്തരവും കള്ളനൊക്കെ ആയിട്ട് മോഷ്ടിക്കുന്നവനൊക്കെ ആയിട്ട് കള്ളനായിട്ട് നടന്നൊരു മനുഷ്യനായിരുന്നു. മദ്യപിക്കുകയും അങ്ങനെ തെറ്റായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മനുഷ്യൻ. എന്നാൽ ഒരു ദിവസം ഒരു ചെറുപ്പക്കാരന് ന്യൂ ടെസ്റ്റ്മെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ, വേദപുസ്തകം വിതരണം ചെയ്യുന്ന കണ്ടപ്പോൾ ആ മനുഷ്യനെ കുത്താൻ വേണ്ടി കത്തിയൊക്കെ എടുത്തുകൊണ്ട് പോയി അയാളുടെ കയ്യിൽ നിന്ന് ഒരു വേദപുസ്തകം കിട്ടി. ആ വേദപുസ്തകം കൊണ്ടുപോയി വെച്ചു. വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പിന്നെ കള്ളന്മാരും വ്യഭിചാരികളുമായവരൊന്നും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല, മദ്യവാന്മാർ സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല എന്നുള്ള വാക്യം വായിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി താൻ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ തന്നെയാണല്ലോ ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. ആ പാസ്റ്ററാണ് എനിക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിച്ചത്. ഒരു കള്ളൻ പാസ്റ്ററായി തീർന്ന ആളാണ് അദ്ദേഹം. ഒരു അല്പം എണ്ണയെടുത്ത് എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു, നെറ്റിക്ക് വെച്ചിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ചെറിയൊരു പ്രാർത്ഥന, എന്നിട്ട് എന്നോട് പറഞ്ഞു മേഴ്സി നീ വിശ്വസിക്കുന്നുവോ യേശു നിന്നെ സൗഖ്യമാക്കിയെന്ന്? ആ ദിവസം രാത്രി തന്നെയാണ് ഞാൻ സൗഖ്യമാക്കിയത്. പ്രിയമുള്ളവരെ, ഒറ്റ ആഴ്ച കൊണ്ട് കുഷ്ഠരോഗത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും മാറി. സിസ്റ്ററുടെ വിരലുകളൊക്കെ ഇങ്ങനെ ചുരുണ്ടിരുന്നത് എന്നാ സിസ്റ്റർ ആപ്കാ हाथों से पैसे मतलब मेरे हाथ, मेरे जो फिंगर्स थे वो ऐसे थे, ऐसे करके हो गए थे, मेरा स्ट्रेट नहीं होता था। लेकिन परमेश्वर ने अनुग्रह करके मेरे हाथ को स्ट्रेट, सारी फिंगर को कर दिया। ആമേൻ, ആമേൻ. സിസ്റ്ററുടെ വിരലുകളൊക്കെ മടങ്ങിപ്പോയത് നമുക്കറിയാലോ. കുഷ്ഠം വരുന്നവരുടെ വിരലുകളൊക്കെ എങ്ങനെ മടങ്ങിയിരിക്കുന്നത്, അങ്ങനെ വിരലുകളൊക്കെ മടങ്ങിപ്പോയതാണ്. എന്നാൽ കർത്താവ് എല്ലാ വിരലുകളെയും നൂർത്തു. മാത്രമല്ല വലത് കണ്ണ് അടയാതെ പോയ, ആ സെൻസേഷൻ ഇല്ലാതെ പോയ അതിനെ കർത്താവ് സൗഖ്യമാക്കി. മുഖത്തിന്റെ ഒരു ഭാഗം മുഴുവൻ വെളുത്തു, ശരീരം മുഴുവൻ വെളുപ്പ് വന്നതിനെ ഒക്കെ ഒരാഴ്ച കൊണ്ട് कंप्लीट हील ചെയ്ത് പുതിയ സ്കിൻ കർത്താവ് കൊടുത്തു. हालेलुया. सिस्टर आपने सलून में गया, एक कहानी है ना, सलून में गए, वो भी अपने मलयाली लोगों के लिए बोलिए. സിസ്റ്റർ മുടി മുറിക്കുന്ന സലൂണിൽ പോയ ഒരു കഥയുണ്ട്, അതുകൂടെ ഒന്ന് പറയാനാ ഞാൻ സിസ്റ്ററോട് പറഞ്ഞത്. സിസ്റ്റർ मैं अर्मेनिया में थी और एक मेरी जो बहू है उसने कहा कि मम्मा आप ब्यूटी सैलून चले जाना, मैंने अपॉइंटमेंट लिया है। तो मैंने कहा नहीं मैं नहीं जाऊंगी। तो उसने कहा नहीं मैंने अपॉइंटमेंट ले चुकी हूँ। और तब मैं खड़े होकर प्रार्थना करने लगी, ऐसे एक खिड़की में खड़े होकर, प्रभु अगर आप चाहते हैं कि मैं उस ब्यूटी सैलून में जाऊं तो आप मेरे साथ रहिएगा। पवित्र आत्मा वहां गवाही देने के लिए, उसे बताने के लिए आपके बारे में आप सहायता करिएगा। और जबकि लैंग्वेज प्रॉब्लम है, वहां उन लोग अर्मीनियन बोलते, हम हिंदी बोलते, लेकिन मैं वहां पर गई। वो बहू आई आफ्टरनून में, बोले मम्मा चलो, और उसने मुझे वहां छोड़ दी और वो चली गई, मैं और वो ब्यूटी सैलून वाली। और उसके बाद वो करने लगी, एक्चुअली बाल को मेरे थोड़ा सा यहाँ डाई करना था, हल्का सा सफेद था, तो वो बोली आप करवा लो इसको। तो उसने मेरे बाल को खोली, और जब मेरे बाल को खोली, मैं आप लोगों को बताना चाहती हूँ, ये मेरे बाल को ऐसे करके, जब वो खोल के आएगा कि नहीं आएगा टीवी में आएगा, ऐसे करके, हाँ वो खोली, तब बोल रही है कि आपके इतने लंबे बाल। और तब पवित्र आत्मा ने मेरी सहायता किया। एक छोटा सा जीसस का जो पिक्चर होता है ऐसे ना, वो एक कॉर्नर में उनके शॉप में रखा था, क्योंकि वो क्रिश्चियन कंट्री है ना, तो वो वहां पर रखा था। और मेरी नजर गई तो मैंने इशारा किया कि उसने ऐसे करके,
तो वो ऐसे कह रही कैसे, और तब मैंने बोली कि आई हैव नो इंटरनेट, तो उसने तुरंत मेरा मोबाइल लेके वाईफाई सब डाल करके फिर हम पवित्र आत्मा ने इतना अद्भुत रीति से उस वाईफाई में इंग्लिश टू आर्मीनियन हम बातें करने लगे। और आप सोच सकते हैं 2 घंटे तक वहां कोई नहीं आया और वो जो लेडी थी वो खड़ी हो गई, हालेलुया हालेलुया, उसकी आंखों से आंसू बह रहे हैं। और मैं बोली सिस्टर परमेश्वर आपसे प्यार करता, मैं नहीं आना चाहती थी लेकिन परमेश्वर ने आपके लिए मुझे ले करके आया है। और उसने मेरा नंबर और उसने मुझसे बातें करी। और एक कोई अगर वहां आता तो लगता है ये कोई क्या बोलना चाहिए, कोई रिवाइवल चल रहा है क्या, इस प्रकार। तो परमेश्वर का ഓക്കെ. സിസ്റ്റർ എന്താ പറഞ്ഞെന്നറിയാമോ? സിസ്റ്റർ അർമീനിയയിൽ ചെന്നപ്പോൾ സിസ്റ്ററുടെ മരുമകള് അവിടെയുള്ള ബ്യൂട്ടി സലൂണില് ഒരു നമ്മുടെ ഭാഷയിൽ ബ്യൂട്ടി പാർലറിൽ അപ്പോയിന്റ്മെന്റ് എടുത്തു. ബ്യൂട്ടി പാർലർ അപ്പൊ ദേശമേ ബ്യൂട്ടി പാർലർ പോലത്തെ ബ്യൂട്ടി പാർലറിൽ അപ്പോയിന്റ്മെന്റ് എടുത്തു. മുടി അല്പമായിട്ട് മുൻഭാഗം നരച്ചിട്ടുണ്ടായിരുന്നു. അത് കറുപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ ഭാഗം മുടിയുടെ ഭാഗമുണ്ടായിരുന്നു. അതിനുവേണ്ടി അപ്പോയിൻമെൻ്റ് എടുത്തു. ഞാൻ എൻ്റെ മരുമകളോട് പറഞ്ഞു ഞാൻ ഞാൻ പോകത്തില്ല. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ ബ്യൂട്ടി പാർലറിൽ അവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നാൽ നിന്റെ ഹിതമാണെങ്കിൽ ഞാൻ അവിടെ പോകുകയാണെങ്കിൽ എൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടി, ദൈവവചനം പറയാൻ വേണ്ടിയാണെങ്കിൽ നീ എന്നെ അവിടെ വിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബ്യൂട്ടി പാർലറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബ്യൂട്ടീഷ്യൻ എന്നോട് ചോദിച്ചു ഇത് ഇത്രയും വലിയ മുടി എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവരോട് ഭാഷയിൽ പറയാൻ എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല. കാരണം അവർ അർമീനിയൻ ഭാഷ പറഞ്ഞു, ഞാൻ ഹിന്ദി പറയുന്നു, എങ്ങനെയാണ് അവർക്ക് മനസ്സിലാകുന്നത്? അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു യേശുവിൻ്റെ ഒരു പടമെന്ന് ആളുകൾ പറയുന്ന ഒരു പടം അവിടെ വെച്ചിട്ടുണ്ട്. കാരണം അതൊരു ക്രിസ്ത്യൻ കൺട്രി ആയതുകൊണ്ട്, ക്രിസ്തീയ രാജ്യമായതുകൊണ്ട് അവിടെയുള്ള കടകളിലൊക്കെ യേശുവിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഫോട്ടോയൊക്കെ വെക്കും. അപ്പോൾ ഞാൻ ആ ഫോട്ടോയിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാനിങ്ങനെ ആകാശത്തൊക്കെ ചൂണ്ടിക്കാണിച്ചു ഞാനും യേശുവിനെ വിശ്വസിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു ഭാഷ മനസ്സിലാകാത്തതുകൊണ്ട് അവരുടെ കടയിലുള്ള വൈഫൈ എൻ്റെ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട്, നമുക്കറിയാമല്ലോ ഗൂഗിളിൽ നമ്മൾ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും ഇംഗ്ലീഷിൽ നിന്ന് അർമീനിയൻ ഭാഷയിലേക്ക്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ കൂടെ എൻ്റെ മൊബൈലിൽ കൂടെ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് അവർക്ക് അർമീനിയൻ ഭാഷയിലേക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞങ്ങൾ 2 മണിക്കൂർ സംസാരിച്ചു. എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു. എൻ്റെ മുടിയുടെ പിന്നിലെ രഹസ്യം കുഷ്ഠരോഗം വന്ന് മുറിച്ചു കളഞ്ഞ മുടിയാ, പക്ഷേ കർത്താവ് എനിക്കിപ്പോൾ ഇത്രയും വലിയ മുടി തന്നെന്ന് പറഞ്ഞ് ഞാൻ ആ മുടിയെടുത്ത് ഇപ്പം നമ്മളെ കാണിച്ചതുപോലെ അവർ ആ മുടിയെല്ലാം പിടിച്ചു നോക്കിയിട്ട് അവർക്ക് വലിയ സന്തോഷം. അവർ കരയാൻ തുടങ്ങി, അവർക്ക് ഹല്ലേലൂയ പറഞ്ഞ് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. 2 മണിക്കൂറത്തേക്ക് ആ കടയിൽ ആരും വന്നില്ല. ആരെങ്കിലും വന്നാൽ ഓർക്കുമായിരുന്നു ഇവിടെ താണ്ട് വലിയൊരു റിവൈവൽ മീറ്റിംഗ് നടക്കുകയാണെന്ന്. അങ്ങനെ ഒരു അന്തരീക്ഷം ആ ബ്യൂട്ടി സലൂണിൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു. സിസ്റ്റർ मैं और एक बार आपसे विनती करना चाहता हूँ, बाल अपने दर्शकों के लिए एक बार दिखाओ ना. നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും മുടി ഇഷ്ടം. अपने मलयाली लोगों के लिए बाल बहुत पसंद है. मैं जबकि केयर नहीं करती, ये केवल परमेश्वर का ग्रेस है, ये केवल परमेश्वर का, मैं नहीं उसको केयर नहीं करती, ये केवल प्रभु ने मुझे ऐसे ही दे दिया जैसे गवाही के लिए ऐसे. सिस्टर को 63 इयर्स है ना सिस्टर? जी हाँ, कंप्लीट करूंगी 63-64 मेरा स्टार्ट होगा. 64 വയസ്സിൽ ഇത്രയും മുടി എന്നൊക്കെ ഉള്ള വലിയ അസാധ്യമായ സിസ്റ്റർ പറയുന്നത് ഈ മുടിക്ക് സിസ്റ്റർ ഒരു കെയർ കൊടുക്കുന്നില്ല, പക്ഷെ സിസ്റ്റർക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി ദൈവം ഈ മുടി ഇതുപോലെ വെച്ചിരിക്കുകയാണ്. മുട്ടറ്റ മുടി ഉണ്ടെന്നാ പറയുന്നത് അല്ലേ? മുട്ടറ്റ മുടിയുണ്ട്. ഇത്രയും വലിയ മുടി ഒരു കെയറും കൊടുക്കാതെ. ഇതിനകത്തൊരു മഹത്വം എന്തെന്നറിയാമോ? കുഷ്ഠരോഗം വന്ന് മുടി മുറിച്ച് കളഞ്ഞ ഒരു സ്ത്രീക്ക് ദൈവം 2ാമത് കൊടുത്ത മുടി. നയമാന്റെ സ്കിന്നിനെ ദൈവം മാറ്റിയതുപോലെ പുതിയ സ്കിന്ന് ദൈവം കൊടുത്തു. നാമാൻ കബാരാമയം പോലേ നയമാന്റെ സ്കിന്നിനെ മാറ്റിയതുപോലെ പുതിയ സ്കിന്നിനെ ദൈവം കൊടുത്തു, പുതിയ മുടി ദൈവം കൊടുത്തു. യോവേലിന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ, കർത്താവ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്, നഷ്ടങ്ങളെ കർത്താവ് കോമ്പൻസേറ്റ് ചെയ്യുന്നു. ദൈവം നഷ്ടങ്ങളെ കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തു. ആളുകൾ സിസ്റ്ററോട് ചോദിക്കും, സിസ്റ്ററെ നിങ്ങളെ കണ്ടാൽ ഇത്രയും പ്രായം തോന്നത്തില്ലല്ലോ, 64 വയസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയും, ഈ സ്കിന്നിന്റെ ഈ സോഫ്റ്റ്നെസ്സിന് ഒരു രഹസ്യമുണ്ട്. എനിക്ക് കുഷ്ഠരോഗമായിരുന്നു, യേശു എന്നെ സൗഖ്യമാക്കി, എനിക്ക് പുതിയ സ്കിന്ന് തന്നു. ഈ മുടി എങ്ങനെ ഇത്ര നീളമുള്ളതെന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയും, അതെന്റെ
എന്റെ ഗവായിയ, എന്റെ ടെസ്റ്റ് മണിയാ. ഈ മുടി ഞാൻ രോഗം വന്ന് കട്ട് ചെയ്ത മുടി വളർന്നതാണ്. ദൈവമക്കളെ, ഇതുപോലൊരു സാക്ഷ്യം ആമേൻ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമ്മുടെ നൂറ്റാണ്ടിൽ നമ്മൾ നയമാന്റെ കുഷ്ഠം മാറി എന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ഛത്തീസ്ഗഡിൽ ബിലാസ്പൂരിൽ ഇന്ന് താമസിക്കുന്ന മേഴ്സി മക്ബൂൽ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസിക്ക് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. रिटायरमेंट हो गया ना, रिटायरमेंट हो गया. अभी सेंट्रल गवर्नमेंट स्टाफ दी सेंट्रल गवर्नमेंट के साथ में एनटीपीसी में ना, जी एनटीपीसी में नेशनल थर्मल पावर स्टेशन अविടുത്തെ हॉस्पिटल में ना, उनका एनटीपीसी का हॉस्पिटल में, നാഷണൽ തെർമൽ പവർ സ്റ്റേഷന്റെ ഹോസ്പിറ്റലിൽ, എൻ ടി പി സിയുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാഫായിരുന്നു. റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ബിലാസ്പൂരിൽ വന്ന് താമസിക്കുന്ന എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾക്ക് കർത്താവിന്റെ വേല ഇവിടെ ചെയ്യണം, അതിനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ കുടുംബത്തെ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. 2-3 बातों में सिस्टर और मलयाली लोगों के लिए बोल के दे रहा हूँ. मुझे जानते हैं आपको कुछ समझ में नहीं आएगा, लेकिन फिर भी ओके, एक और मैं गवाही दूंगी. बताइए सिस्टर. ഒരു സാക്ഷ്യം കൂടെ സിസ്റ്റർ പറയാമെന്നാ പറയുന്നത്. मैं हमेशा जैसे बीमार रहती थी या मुझे कुछ होता था, मेरी हमेशा से प्रार्थना थी, प्रभु मुझे 60 इयर्स तक मुझे जीवित रखना. क्यों? क्योंकि हमारा जो रिटायरमेंट टाइम होता है उसमें हमारे कंपनी के बड़े बड़े जनरल मैनेजर्स और बहुत एम्प्लॉयज उसमें आते हैं. मोर देन 500 लोग या उससे भी ज्यादा रहते हैं. तो मैंने कहा कि प्रभु मेरी सहायता करना कि उस समय में सारे कितने एम्प्लॉयज हैं बहुत को मालूम है, किसी को नहीं मालूम है, लेकिन मेरी सहायता करना कि मैं उस समय गवाही देने पाऊं. तो रिटायरमेंट के पहले HR डिपार्टमेंट में उन लोग बात कर रहे थे मुझसे कि आप कुछ बोलना चाहेंगी अपने बारे में. केवल थोड़ा सा उन्होंने ऑफिस में पूछा, और तब जब मैं बताने लगी तो उन लोग कहने लगे कितना अच्छा है. उन्होंने कहा, लेकिन बाद में रिटायरमेंट टाइम एक बहुत बड़ा कॉन्फ्रेंस ऑडिटोरियम है, परमेश्वर ने मुझे इतना बोल्डनेस के साथ में वहां गवाही देने के लिए और धन्यवाद के साथ स्तुति गाऊंगा. ये गाने को गाने के लिए और दिस वर्ल्ड इज नॉट माय होम, उस गाने को गाने के लिए प्रभु ने मेरी सहायता किया. तो प्रभु को बहुत धन्यवाद देती हूं. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സിസ്റ്റർ എന്താ പറഞ്ഞെന്നറിയാം? സിസ്റ്ററുടെ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി അസുഖങ്ങൾ വരുമ്പോൾ സിസ്റ്റർ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ എനിക്ക് 60 വയസ്സ് വരെ ജീവിക്കണം. കാരണം 60-ാം വയസ്സിലാണ് റിട്ടയർമെന്റ് ആകുന്നത്. അതെന്തിനാ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? 60-ാം വയസ്സിൽ റിട്ടയർ ആകുന്നിടം വരെ ജീവിക്കണമെന്ന്. കാരണം റിട്ടയർ ആകുമ്പോൾ ഫെയർവെൽ മീറ്റിങ്ങിന് എല്ലാ ബോസുമാരും അതുപോലെ സ്റ്റാഫും എല്ലാം കൂടെ ഒരു 500 പേര് വരുന്ന ഒരു വലിയൊരു മീറ്റിംഗ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഫെയർവെൽ തരുന്നത്. ആ സമയത്ത് നമുക്ക് ഒരു നന്ദി പ്രസംഗമൊക്കെ പ്രസംഗിക്കാനുള്ള സമയമുണ്ട്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ആ സമയത്ത് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ദൈവിക സൗഖ്യത്തെക്കുറിച്ച് അവരോട് എല്ലാവരോടും പറയണം. അവർക്കെല്ലാവർക്കും എന്നെ അറിയാമെങ്കിലും ഇത്ര വലിയൊരു രോഗത്തിൽ നിന്ന് ഞാൻ യേശു സൗഖ്യമാക്കിയ വ്യക്തിയാണെന്ന് അവരിൽ പലർക്കും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, കർത്താവെ 60 വയസ്സ് വരെ എന്തായാലും എന്നെ ജീവനോട് വെക്കണം. കാരണം എനിക്ക് ഫെയർവെൽ മീറ്റിങ്ങിന് ഇവരോട് എല്ലാവരോടും നിന്നെ കുറിച്ച് സാക്ഷ്യം പറയാനുള്ളതാണ്. അങ്ങനെ ആ വലിയ മീറ്റിങ്ങിന് ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് എൻ്റെ റിട്ടയർമെന്റ് സമയത്ത് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു. അത് മാത്രമല്ല, ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം, ദിസ് വേൾഡ് ഈസ് നോട്ട് മൈ ഹോം എന്നുള്ള പാട്ട് ഞാൻ പാടി അങ്ങനെ ഒരു വലിയ സാക്ഷ്യം പറയുവാൻ കർത്താവിനെ സഹായിച്ചു. ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. ആമേൻ ആമേൻ ആമേൻ. थैंक यू सिस्टर. Thank you so much. Oh, thank you sister. मैं 2 शब्द और मलयाली लोग हमसे बात करेगा. ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ട സാക്ഷ്യം, ഇതുകൊണ്ടാണ് ഈ സാക്ഷ്യം നമ്മൾ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നത്. കുഷ്ഠരോഗം വന്ന് സൗഖ്യമായി പിന്നീട് ആ ഭാഗത്തൊക്കെ പാടുമായിട്ടൊക്കെ പിന്നീട് ജീവിക്കുന്നവരുണ്ട്. ചിലരൊക്കെ ചോദിക്കാറില്ലേ, പാണ്ട് സൗഖ്യമാകുമോ, കുഷ്ഠരോഗം സൗഖ്യമാകുമോ? ദേ, നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തി ശരീരം വെളുത്തു പോയിട്ട്, വെളുപ്പ് നിന്നെന്നല്ല, അതുപോലെ നിന്നല്ല, കംപ്ലീറ്റ്ലി പുതിയ സ്കിന്നെ പ്രാപിച്ച, മുറിച്ച് കളഞ്ഞ മുടി ഇന്നേതാണ്ട് ഒരു 4.5 അടി 5 അടിയോളം അല്ലെ 4.5 അടിയെങ്കിലും കാണും, 4.5 അടിയോളം നീളത്തിൽ വളർന്നു നിൽക്കുന്ന ആ ശരീരം, ആ മുടി കാണുമ്പോൾ ആളുകൾ ചോദിക്കുന്നതിന് സാക്ഷ്യം പറയുന്ന ഒരു ദൈവദാസിയാണ് നമ്മുടെ നടുവിലേക്ക് കർത്താവ് കൊണ്ടുവന്നത്. യേശു കർത്താവ് ഇന്നും ജീവിക്കുന്നു. യേശു മരണത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്നു. യേശു ആജ് ഭി സിന്ദാ ഹൈ. ഇന്നും യേശു ജീവിതേ. ഹല്ലേലൂയ. ഇന്നും യേശു ജീവിക്കുന്നു. നമ്മുടെ യേശുവിനെ പോലെ ആരുമില്ല. കുഷ്ഠരോഗം യേശു അന്നല്ല, ഇന്നും സൗഖ്യമാക്കി, ഇന്നും സൗഖ്യമാക്കി. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ വലിയ സാക്ഷ്യം കർത്താവ് ഉണ്ടെന്ന് മേഴ്സി മക്ബൂലിനോടുള്ള ഞങ്ങളുടെ വലിയ നന്ദി പറയുകയാണ്.
बहुत बहुत हम आपसे अपना धन्यवाद कहना चाहता हूँ सिस्टर। आप इतना समय अपने बीच में आके अपना दर्शकों से बात किया, बहुत आपको आशीषित करेगा। मैं जानते आप तो मलयालम में प्रार्थना नहीं कर सकते, फिर भी आप हिंदी में प्रार्थना करेगा तो मैं अनुवाद करेगा, मैं ट्रांसलेट करेगा। छोटा छोटा एक एक सेंटेंस आप बोलना है, क्योंकि लंबा बोलेगा तो फिर मुझे काफी मिस हो जाएगा। छोटा सेंटेंस ब्रेक करके बोलना है, मैं मलयालम में ट्रांसलेट करेगा। आप प्रार्थना कर दीजिए अपने दर्शकों के लिए। सिस्टर प्रार्थिक स्तोत्र। जीवित, पवित्र और धर्मी यीशु मसीह के नाम से पिता परमेश्वर आपके पास आते हैं। കർത്താവെ, ജീവിക്കുന്നവനും നീതിമാനുമാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. धन्यवाद देते प्रभु सुंदर समय के लिए। കർത്താവെ, ഈ നല്ല സമയത്തിനായി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. प्रभु आपने इस समय को गवाही देने के लिए, दूसरों को आशीषित करने के लिए चुन लिया। കർത്താവെ, ഈ സമയത്ത് കർത്താവെ അവിടുന്ന് സാക്ഷ്യങ്ങൾ പറവാൻ തക്കോണം, മറ്റുള്ളവരോട് സംസാരിക്കുവാൻ തക്കോണം തിരഞ്ഞെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. आपने कहा तुम मेरे साक्षी हो। ഹല്ലേലൂയ. കർത്താവെ, നീ പറഞ്ഞു നീ എന്റെ സാക്ഷിയായി തീരണമെന്ന്. प्रभु धन्यवाद हो। प्रभु जितने लोग देख रहे हैं, सुन रहे हैं, प्रभु आज अपने स्वर्ग से हाथ को बढ़ा के एक एक को छू लीजिए प्रभु। കർത്താവ്, ഇന്ന് ഈ സാക്ഷ്യങ്ങൾ കാണുന്നവരുടെ മേൽ നിന്റെ കരമടങ്ങി വരണം. നീ അവരെ ഓരോരുത്തരെയും കർത്താവ് നീ തൊടണമെന്ന് അപേക്ഷിക്കുന്നു. प्रभु जिनके आंसू बह रहे हैं, आप उनके आंसुओं को पोंछ दीजिए। കർത്താവെ, കരയുന്നവരുടെ കണ്ണുനീരിനെ നീ തുടയ്ക്കണമേ. जो दुख में है, बीमार है, परेशानी में है, फाइनेंशियल प्रॉब्लम है, यीशु मसीह नासरी के नाम से ये सारी प्रॉब्लम्स दूर हो जाने पाए। കർത്താവെ, രോഗത്തിലായിരിക്കുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്നവർ, മറ്റു ബുദ്ധിമുട്ടുകളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. हर एक को पवित्र आत्मा की सामर्थ्य से भर दीजिए प्रभु जी। ഓരോ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ബലത്തെ നീ നൽകണമേ. ताकि वो पवित्र आत्मा एक एक को सामर्थ्य के साथ आने वाले दिनों में इस्तेमाल करने पाए। കർത്താവെ, അതുകൊണ്ട് വരുന്ന നാളുകളിൽ കർത്താവ് വലിയ ശക്തിയോടെ നീ അവരെ ഉപയോഗിക്കുവാനിടയായി തീരട്ടെ. प्रभु, आज ये संसार परमेश्वर आपके पुत्रों की बाट देख रहा है। കർത്താവ്, ഇന്ന് ഈ ലോകത്തിലെ ഹല്ലേലൂയ, ഈ ലോകം നിന്റെ മക്കളുടെ, നിന്റെ പുത്രന്മാരുടെ ഹല്ലേലൂയ പുനരുദ്ധാനത്തിന്റെ ദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണല്ലോ. इसलिए प्रभु, जब हम आशीषित होंगे, हम दूसरों को आशीषित करने पाएंगे। जब हम शांति पाएंगे, हम चंगाई पाएंगे, तो हम दूसरों को भी देने पाएंगे। കർത്താവെ, അതുകൊണ്ട് ഞങ്ങൾ സൗഖ്യമാകുമ്പോൾ ഞങ്ങൾ വിടുതൽ പ്രാപിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഞങ്ങൾ ഒരു അനുഗ്രഹവും വിടുതലുമായി മാറട്ടെ. प्रभु, हम धन्यवाद देते हैं कि आपकी जी उठने की सामर्थ आज हमारे जीवनों में राज करता है। കർത്താവെ, ഇന്ന് നിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വാഴുവാനിടയായി തീരട്ടെ. प्रभु, धन्यवाद देते हैं जितने लोग इस गवाही को देख करके अपने लिए प्रार्थना कर रहे हैं कि प्रभु इस सिस्टर के समान हमें भी चंगाई दे। प्रभु, इसी समय उनकी प्रार्थना को सुन करके हाँ और आमीन में प्रभु हम उत्तर देना चाहते। प्रभु, കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ഈ സാക്ഷ്യങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഞങ്ങൾക്ക് തന്ന വിടുതൽ പോലെ തന്നെ നിന്റെ ഒരു പ്രവൃത്തി അവർക്കായി വെളിപ്പെട്ട് അങ്ങനെ തന്നെ ഒരു ദൈവിക അത്ഭുതം ആമീൻ എന്ന് തന്നെ അവരുടെ മേൽ സംഭവിക്കും. हालेलुया प्रभु, क्योंकि प्रभु हम जानते हैं कि केवल और केवल आपसे ही सब कुछ हो सकता है। കർത്താവെ, ഞങ്ങൾ അറിയുന്നത് നിനക്ക് മാത്രമാണ് സകലതും കഴിയുന്നത്. प्रभु, कितने हैं जो कैंसर से पीड़ित हैं, कितने हैं जो किडनी प्रॉब्लम है, हार्ट प्रॉब्लम है, न्यूरो प्रॉब्लम है। प्रभु, ये सारी प्रॉब्लम्स यीशु मसीह के नाम से दूर हो जाने पाए। കർത്താവെ, ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ളവർ, കിഡ്നിയുടെ പ്രോബ്ലം, ന്യൂറോളജിക്കൽ പ്രോബ്ലം ഉള്ളവർ, അങ്ങനെ എന്തൊക്കെ വിഷയങ്ങളാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരെല്ലാം സൗഖ്യമാകട്ടെ. प्रभु, जैसे आपने मुझे छुटकारा और चंगाई दिया है, प्रभु हर एक को आज वैसे छुटकारा और चंगाई दे दीजिए और अपना गवाह बनाइए। കർത്താവെ, എന്നെ സൗഖ്യമാക്കിയതുപോലെ നീ ഇവരെ ഓരോരുത്തരും സൗഖ്യമാക്കണം, അവിടുത്തെ സാക്ഷികളാക്കി മാറ്റണമെന്ന് അപേക്ഷിക്കുന്നു. धन्यवाद देते हैं प्रभु जी, आपने हमारी प्रार्थनाओं को सुना है। प्रभु, हर एक के प्रभु जी, जो कोई भी प्रभु ऐसा है जिसने अभी तक उद्धार को नहीं पाया है, जिसने आपको नहीं जाना है,
यीशु मसीह आज हर एक के पापों को क्षमा करे और लोगों के जीवनों में आइए और उनके जीवन का उद्धारकर्ता बन जाइए। കർത്താവ് ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവർ ആരെങ്കിലും കർത്താവ് നിന്നെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നീ അവരോട് ഇടപെടുന്ന കർത്താവേ അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ജീവിക്കുവാൻ തക്കോണം അവരെ നീ സഹായിക്കണമേ. इसी समय पवित्र आत्मा मेरी सहायता कर रहा है। एक बहन है जिसके परिवार में जो जेंट्स है वो जेल में है, लेकिन प्रभु कह रहा है बेटी तू मत रो, मैं उन्हें जेल से छुड़ाऊंगा। हालेलुया। और आप इस बात की गवाही देंगे कि परमेश्वर जो है वो अद्भुत काम कर सकता ഈ है। സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് നിയോഗം നൽകുന്നു. ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ ആരെങ്കിലും ആരുടെയോ ഒരാളുടെ ജീവിതത്തിൽ അവരുടെ വീട്ടിലുള്ള പുരുഷന്മാരിൽ ആരോ ജയിലിൽ കിടക്കുന്നു, ദൈവം അവരെ പുറത്തു കൊണ്ടുവരുന്നു, അവരെ വിടുവിക്കുമെന്ന്, അതിന്റെ സാക്ഷ്യപടത്തെ കൊണ്ട് ദൈവം സഹായിക്കുമെന്ന് ദൈവാത്മാവ് എനിക്കൊരു നിയോഗം നൽകുന്നു. ആമേൻ. സ്തോത്രം. बहुत से लोग हैं, स्पेशली लेडीज जो हैं और यंग भी और ओल्ड भी, सुसाइडल स्पिरिट आपकी लाइफ में काम कर रही है। इसी समय यीशु मसीह नासरी के नाम से उस सुसाइडल स्पिरिट को मैं बांध देती हूँ और डांटती हूँ कि इनके जीवनों को तुम छोड़ करके चले जाओ। ഈ സമയത്ത് തന്നെ വളരെയധികം സഹോദരിമാരെ ദൈവാത്മാവിനോട് കാണിക്കുന്നു. പ്രായമുള്ള ഒരു ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട്. അവരുടെ അകത്ത് ഒരു ആത്മഹത്യയുടെ ആത്മാവ് പ്രവർത്തിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ സൂയിസൈഡൽ സ്പിരിറ്റിന്, ആത്മഹത്യയുടെ ആത്മാവിനെ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. परिवारों में लड़ाई झगड़ा करने वाली आत्मा जो है वो तुम जो काम कर रही हो, यीशु मसीह नासरी के नाम से मैं तुमको आज्ञा देती हूँ कि तुम मसीह परिवारों को ही क्या, जो भी जितने परिवार जो देख रहे सुन रहे हैं उन सबको तुम छोड़ करके चले जाओ यीशु मसीह के नाम से। और उन परिवारों में शांति और आनंद और आशीष को हम घोषणा करते हैं। ആമേൻ. കുടുംബങ്ങളിൽ കലഹമിടുന്ന, കുടുംബങ്ങളിൽ പ്രശ്നങ്ങളിടുന്ന, വഴക്കിടുന്ന എല്ലാ അന്ധകാര ശക്തികളോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്രിസ്തീയ കുടുംബങ്ങളെ വിട്ടുമാറിപ്പോവാൻ കൽപ്പിക്കുകയാണ്. കുടുംബങ്ങളൊക്കെ ദൈവികമാകുന്ന സമാധാനം ഉണ്ടാകട്ടെ. हालेलुया। शैतान की सारी शक्तियों को हमको पांव तले कुचलने का प्रभु ने अधिकार दिया है। हालेलुया। സാത്താന്റെ എല്ലാ ശക്തിയെയും നമ്മുടെ കാൽ കീഴിൽ മെതിച്ചു കളവാൻ കർത്താവ് നമുക്ക് അധികാരം നൽകിയിരിക്കുകയാണ്. प्रभु धन्यवाद देते हैं, आपने प्रार्थना को सुना है। കർത്താവെ നന്ദി പറയുന്നോട് പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം. प्रभु आजादी टीवी को आप ब्लेस करें प्रभु, पास्टर पिनी को, उनकी मिसेस, उनकी फैमिली को प्रभु, और उनके जो कुछ भी आपने उन्हें दिया सबको ब्लेस करें प्रभु। उस वचन के अनुसार 1 कोरिन्थियंस चैप्टर 2 वर्स 9 के अनुसार, जो आंख ने नहीं देखी, जो कान ने नहीं सुना और जो बातें मनुष्य के चित्त में नहीं चढ़ी हैं, वो बातें हैं जो परमेश्वर ने अपने से प्रेम करने वालों के लिए तैयार किया है। हालेलुया। ഹല്ലേലൂയ. കർത്താവേ ആസാദി ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ഫിനിയെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ കണ്ണു കാണാത്ത ചെവി കേൾക്കാത്ത അനുഗ്രഹങ്ങളാൽ നിന്റെ ജനത്തെ നീ മാനിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. थैंक यू फादर, थैंक यू लॉर्ड। प्रभु हम आपको सारा आदर, सारी महिमा, सारा गौरव देते हैं और यीशु मसीह के नाम से इस विनती को मांगते हैं, सुनिए और दया से ग्रहण करिए। കർത്താവേ നന്ദി. ഹല്ലേലൂയ. എല്ലാ മാനവും മഹത്വ കർത്താവേ ഞങ്ങള് അവിടത്തേക്ക് അർപ്പിക്കുന്ന കർത്താവേ, യേശു ക്രിസ്തു മൂലം ഞങ്ങൾ താഴ്മയായി പ്രാർത്ഥന ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. May the love of Heavenly Father, grace of Lord and Savior Jesus Christ, and sweet companion of Holy Spirit be upon us from today and forever. Amen, 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 amen. God bless you all. Have a wonderful time. Thank you, Sister Mercy Makbul. God bless you. Thank you. God bless you too. എല്ലാ പ്രേക്ഷകരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you all. Have a wonderful time. God bless you. Thank you for watching.